നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടു കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടു കൂടെ ജ്വലിക്കും. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, സ്വർഗത്തിൻ്റെ സൈന്യാധിപ ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. നിറഞ്ഞ ആനന്ദത്തോടെയാണ് കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ ഒപ്പമായിരിക്കുന്നത്. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവാണ് ഇന്ന് രാത്രിയിൽ നമ്മോട് സംസാരിക്കേണ്ടത്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ വർഷമുണ്ടാകുവാൻ നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ്. അമ്മയുടെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനമുണ്ട്. അമ്മയുടെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ആത്മാവിൻ്റെ കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാവ് നൽകുന്ന ഡെലിവറൻസുകൾ, സൗഖ്യങ്ങൾ, മാനസാന്തരങ്ങൾ എന്ന് വേണ്ട എല്ലാ നന്മകളുമുണ്ട്. ശിലുക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41-ാമത്തെ വചനം ഞാൻ പലപ്പോഴും ധ്യാനിക്കുന്നൊരു വചനമാണത്. ആ വചനത്തിൽ എന്താ നമ്മൾ കാണാൻ കഴിയുന്നത്? മറിയത്തിൻ്റെ അഭിവാദന കേട്ടപ്പോൾ എലിസബത്തിന് ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധ അമ്മ വിളിച്ചു, ആന്റി, ഇളയമേ. ഈ ശബ്ദം കേട്ട മാത്രയില് എലിസബത്ത് ആത്മനിറവുള്ളവളാവുകയാണ്, ആത്മശക്തി പ്രാപിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരുന്നത്. ഇന്ന് രാത്രിയിൽ നമ്മളെല്ലാവരും ആത്മാവിൻ്റെ കൃപാവരങ്ങളാൽ നിറയപ്പെടുവാൻ, പരിശുദ്ധാത്മ അനുഭവമുള്ളവരാകുവാൻ, പരിശുദ്ധാത്മ അഭിഷേകത്താൽ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് ദൈവരാജ്യ വേലകളിൽ കൂടുതൽ സമർപ്പണമുള്ളവരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യതയുള്ള ഒരു കാലഘട്ടമാണ്. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ നാളുകൾ വളരെ പ്രാധാന്യതയുള്ള നാളുകളാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, വെളിപാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. അപ്പോസ്തലൻ യോഹന്നാൻ ഒരു ദർശനം കാണുകയാണ്. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടമായി ഈ വചനത്തിന് ഒരുപാട് ബന്ധമുണ്ട്. എന്താണ് യോഹന്നാൻ കണ്ടത്? ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ പുറത്തു വന്നു. മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അരിവാളെടുത്ത് കൊയ്യുക, കൊയ്ത്തിന് കാലമായി, ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദൂത് എന്താണ്? അരിവാളെടുത്ത് കൊയ്യുക, കൊയ്ത്തിന് കാലമായി, ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞിരിക്കുന്നു. ഒരു ഫൈനൽ ഹാർവെസ്റ്റിന് വേണ്ടി പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകം ഇതുവരെ കാണാത്തൊരു ആത്മീയ ഉണർവ്, ആത്മീയ കൊയ്ത്ത് സ്വർഗം നമുക്ക് നൽകാനായിട്ട് പോകുന്ന സമയം. പ്രതിസന്ധികളുടെയും മാറ്റങ്ങളുടെയും ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. കോവിഡ് മൂലം നമുക്കെന്നറിയാം, ലോകത്തിൻ്റെ സംവിധാനങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ടായി, എല്ലാം താറുമാറായി. സാമ്പത്തികമായ മേഖല,
വ്യവസായ മേഖല, കാർഷിക മേഖല എന്ന് വേണ്ട എല്ലാ തലങ്ങളും ഒരുപോലെ ഇന്ന് തകർന്ന് തരിപ്പണമായി. ഇത് വലിയൊരു മാറ്റത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. എല്ലാം തീർന്നുവെന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. ഒരു പുതിയ ആത്മീയ ഉണർവിന് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലോകത്തെയും സഭയെയും ഒരുക്കുന്ന നാളുകളാണിത്. ഈ ഒരുക്ക ശുശ്രൂഷയിൽ പരിശുദ്ധ ത്രിത്വം, പരിശുദ്ധ മറിയത്തിന് വലിയ റോളാണ്, വലിയ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അമ്മയെ മുറുകെ പിടിച്ച് അമ്മയുടെ മാധ്യസ്ഥം തേടി ഈ ലോകത്തിലുള്ള നമ്മുടെ വിശ്വാസ യാത്ര കൂടുതൽ ശക്തിപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി സമർപ്പണത്തോടെ പ്രാർത്ഥിക്കണം. ഇത് കൊയ്ത്തിനുള്ള സമയമാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 29-30 വചനങ്ങളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു. എന്താണ് യേശു പറഞ്ഞത്? അവൻ പറഞ്ഞു, വേണ്ട, കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികൾ നിങ്ങൾ പിഴുതുകളഞ്ഞെന്ന് വരും. വീണ്ടും കർത്താവ് പറഞ്ഞു, കൊയ്ത്തുവരെ, ആ വചനം നിങ്ങൾ ശ്രദ്ധിക്കണം, കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ, അവ കെട്ടുകളാക്കി വെക്കുവിൻ. ഗോതമ്പ് എൻ്റെ ധാന്യപ്പുറയിൽ സംഭരിക്കുവിൻ. കൊയ്ത്തുവരെ കളയും വിളയും ഒരുമിച്ച് വളരുവാൻ കർത്താവ് അനുവദിച്ചു. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ, നമ്മളായിരിക്കുന്ന ഈ കാലം ഇത് കൊയ്ത്തിന്റെ കാലമാണ്. മറ്റേത് നാളുകളേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുസഭയിലൂടെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലം. ഈ ഒരു സമയത്തിനു വേണ്ടി നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായും കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കണം. ഇത് ഉറങ്ങിക്കൊണ്ടിരിക്കുവാനുള്ള സമയമല്ല, നമ്മൾ മയക്കത്തിലായിരിക്കേണ്ട നാളുകളല്ല, നിസാര കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയുവാനുള്ള നേരമല്ല. പ്രിയപ്പെട്ടവരെ, ആത്മാക്കളെ രക്ഷയെ ലക്ഷ്യമാക്കി ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, സഭയുടെ നവീകരണത്തിന് വേണ്ടി, ഓരോ വ്യക്തിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉണർവോടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയം. ഇതിനോട് ബന്ധപ്പെട്ട് വീണ്ടും കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകം 10-ാം അധ്യായം 6-ാം തിരുവചനം. എല്ലാവരും ആ വചനം സ്ക്രീനിലോട്ട് നോക്കി ഒരുമിച്ച് വായിക്കണം. വളരെ പ്രാധാന്യമുള്ള വചനമാണ്. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം എപ്രകാരമുള്ള കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ? നമ്മൾ ഇന്ന് ലോകത്തിലും സഭയിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും യാദൃച്ഛികമായ കാര്യങ്ങളല്ല. ഇതെല്ലാം ചില പ്രവചനങ്ങളുടെ പൂർത്തീകരണങ്ങളാണ്. നമുക്ക് വചനത്തിലോട്ട് ശ്രദ്ധിക്കാം. എന്താണ് വചനം പറയുന്നത്? ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവന്റെ നാമത്തിൽ ആണയിട്ടു, ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ! എന്താണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്? ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. കാലത്തെ വിവേചിച്ചുകൊണ്ട് നമ്മൾ ഉണർവോടെ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് വ്യാപരിക്കാം. ഒരു നിമിഷം നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ ഈ സമയം മുഴങ്ങുവാൻ, പരിശുദ്ധാത്മ ശക്തിയാൽ നമ്മളെല്ലാം പൂരിതരാകുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ ഒരു 3 പ്രാവശ്യം ഇരു കരങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ യാചനാപൂർവ്വം തുറന്നു പിടിച്ച് എല്ലാവരും ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക. ഹൃദയം തുറന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്,
പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക. ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങളോട് സംസാരിക്കുക. കാലത്തെ വിവേചിക്കുക, കാലത്തെ വിവേചിക്കുക. ഞങ്ങൾക്ക് ജ്ഞാനം നൽകുക, ഞങ്ങൾക്ക് ജ്ഞാനം നൽകുക. ദൈവരാജ്യത്തിന്റെ വേലകളിൽ, ദൈവരാജ്യത്തിന്റെ വേലകളിൽ ഞങ്ങളെ സമർപ്പണമുള്ളവരാക്കുക, ഞങ്ങളെ സമർപ്പണമുള്ളവരാക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. ശക്തിയോടെ പ്രവർത്തിക്കണമേ, ശക്തിയോടെ പ്രവർത്തിക്കണമേ. പാപശക്തികളെ, പാപശക്തികളെ, പൈശാചിക ശക്തികളെ, പൈശാചിക ശക്തികളെ, രോഗശക്തികളെ, രോഗശക്തികളെ, ലൗകിക ശക്തികളെ, ലൗകിക ശക്തികളെ, എല്ലാവിധ ജഡീക ശക്തികളെ, ജഡീക ശക്തികളെ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിർവീര്യമാക്കണമേ, നിർവീര്യമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഈ വരികൾ നമ്മൾ ഒരുമിച്ച് അഭിഷേക നിറവോടെ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വലിയ ആനന്ദത്തോടെ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ, അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരേ, കാലമേറെയില്ല കാന്ത് വന്നിടുവാനാ. ചേർന്ന് പാടുക. അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകൻ ധീരസാക്ഷികൾ, അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരേ, കാലമേറെയില്ല കാന്ത് വന്നിടുവാനാ. എത്ര പേരിത് വിശ്വസിക്കുന്നു? എത്ര പേരിത് വിശ്വസിക്കുന്നു? കർത്താവേ, അങ്ങയുടെ പ്രത്യാഗമനം ഒരു കെട്ടുകഥയല്ലെന്ന് മനസ്സിലാക്കി അത് വിശ്വസിക്കുവാനും ലോകത്തോട് ധീരതയോട് പ്രഘോഷിക്കുവാനും ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, സ്വർഗത്തിന്റെ സൈന്യാധിപേ, ദൈവജനത്തിന്റെ അഭിഭാഷികയെ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മരക്ഷ ലക്ഷ്യമാക്കി ജീവിതം ക്രമപ്പെടുത്തി ലോകത്തെ നിസ്സംഗതയാ വീക്ഷിക്കുന്നവർ. ചേർന്ന് പാടികേ. ആത്മരക്ഷ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലോകത്തെ ഈശോ, ഈശോ, ആത്മനാഥനേശുവിന്റെ ആത്മഭാരമേറ്റെടുത്ത് ആത്മാക്കൾക്കായി വില കൊടുത്ത് അവരാണ് അന്ത്യകാലത്തിന്റെ പ്രേക്ഷിതർ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുകൾ പൊട്ടട്ടെ, നുഖങ്ങൾ ഒടിയട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. ഈശോ, അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ, അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരേ, കാലമേറെയില്ല കാന്ത് വന്നിടുവാനാ. ഹൃദയം തുറന്ന് യേശുനാമം വിളിച്ചെന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, യേശു വിളിച്ച് പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ, പരിശുദ്ധാത്മ അഭിഷേകം നിറയട്ടെ, പരിശുദ്ധാത്മ സാന്നിധ്യം നിറയട്ടെ. ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000 അഭിഷേകം ചെയ്യണമേ. Anoint us, anoint us. ഹൃദയങ്ങളെ തുറക്കണമേ, ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. കൊയ്ത്തുകാലവേലയ്ക്കായി ആയുധങ്ങൾ മൂർച്ചയേറ്റ സകനത്തീയിൽ വെന്തുരുകി പാകമായ ആ ബോധ്യത്തോടങ്ങ് പാടുകേ. ആയുധങ്ങൾ, നമ്മുടെ ആയുധങ്ങൾ ഏതാ? പ്രാർത്ഥന, പരിത്യാഗം, ഉപവാസം, യേശുനാമം, ദൈവത്തിന്റെ വചനം. ആത്മധൈര്യം കൈവിടാതെ ആത്മശക്തി ഏറ്റെടുത്ത് സ്വർഗത്തെ നിറച്ചിടുവാൻ യാഗമായവർ. ആത്മധൈര്യം കൈവിടാതെ ആത്മശക്തി ഏറ്റെടുത്ത് സ്വർഗത്തെ
ഞങ്ങൾ anoint ചെയ്യണമേ. യാഗമായവർ അന്ത്യകാല പ്രേക്ഷിതർ യേശുവിന്റെ സ്നേഹിതർ ലോകമോഹം വിട്ടകന്ന് ഈ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ലോകത്തെ നിസ്സംഗതയോടെ വീക്ഷിക്കുവാൻ, ലോകമോഹങ്ങളെ ചപ്പായി കാണുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശുവിന്റെ സ്നേഹിതർ ലോകമോഹം വിട്ടകന്ന് ധീരസാക്ഷികൾ അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരേ, കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ, കാലമേറെയില്ല കാന്തൻ വന്നിടുവാനായി, കാലമേറെയില്ല കാന്തൻ വന്നിടുവാനായി, ഈശോ കാലമേറെയില്ല കാന്തൻ വന്നിടുവാനായി. പരിശുദ്ധ അമ്മേ, ഞങ്ങൾ അഭിഭാഷികയെ തിരുസഭയുടെ നാഥേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഞങ്ങളെല്ലാം നിറയപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് താങ്ങും തണലുമായിരിക്കണമേ. അമ്മ ഞങ്ങൾ അഭിഭാഷികയാണ്, അമ്മ ഞങ്ങളുടെ നിത്യസഹായികയാണ്. നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ആവേ ആവേ മരി, ഒരുമിച്ച് സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. ആവേ ആവേ അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ. അതുകൊണ്ട് സ്വരത്തിൽ പാടിക്കുക. ആവേ 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 അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ. അമലേ അമലേ ആമേൻ. കർത്താവിൻ്റെ വചനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന സമയമാണിത്. പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം നമുക്ക് നൽകുന്ന ഈ അഭിഷേക ദൂതുകൾ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും സ്വന്തമാക്കാം. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ ലോകത്തിന്റെ പല ദിക്കുകളിലും ഓടി നടന്ന് ത്രിയേക ദൈവത്തിൻ്റെ ആലോചനകൾ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവനായി ലോകത്തെയും സഭയെയും അമ്മ സജ്ജമാക്കുകയാണ്. നമുക്ക് ഈ വരികൾ ഒന്ന് ചേർന്ന് ഒരിക്കൽ കൂടെ പാടി കർത്താവിൻ്റെ വചനം കേൾക്കാനൊരുങ്ങാം. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ, കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമാ. എല്ലാവരും ചേർന്ന് പാടിക്കേ. കർത്താവേ, ജ്ഞാനം നൽകണമേ, അഭിഷേകം നൽകണമേ. തുറന്നു കണ്ടിടുവിൻ, കാലം അതിനുടെ അന്ത്യത്തിൽ ഈശോ കർത്താവിൻ വരവാഗതമാ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. എന്താണ് അമ്മ പറയുന്നത്? പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ലാസലേറ്റും ഫാത്തിമയും മെജുഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തി. പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെടുന്ന സന്ദേശങ്ങളെല്ലാം സ്വർഗത്തിന്റെ ആലോചനകളാണ്. ലാസലേറ്റും ഫാത്തിമയും മെജുഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും.
എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, സ്വർഗത്തിൻ്റെ സൈന്യാധിപ ഈ ഒക്ടോബർ മാസം ജപമാല പ്രാർത്ഥനയ്ക്കായി പ്രത്യേകം തിരുസഭ പ്രതിഷ്ഠിച്ച മാസമാണ്. ഷെക്കേന ടെലിവിഷനിലൂടെ സ്വർഗത്തിൻ്റെ സൈന്യാധിപ എന്നുള്ള ഈ ശുശ്രൂഷ എന്തിനാണ് ഈ സമയം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്? ഇതിൻ്റെ പുറകിലുള്ള ദൈവീക പദ്ധതി എന്താണ്? എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്തു പോകാനല്ല. ഈ 10 ദിവസക്കാലം, പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ഈ ശുശ്രൂഷ കർത്താവ് നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സഭ കർത്താവിൻ്റെ സൈന്യമാണ്. ദൈവത്തിൻ്റെ ജനം ജീവിക്കുന്ന കർത്താവിൻ്റെ സൈന്യമാണ്. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ 26-ാം വചനത്തിൽ കാണാൻ പറ്റും. ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ സൈന്യമാണ്. നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. 1 സാമുവേൽ 17-ാം അധ്യായത്തിൽ ദാവീദ് അടുത്ത് നിന്നവരോട് ചോദിച്ചു, ഈ ഫിലിസ്തീനെ കൊന്ന് ഇസ്രായേലിന് വന്നിരിക്കുന്ന അപമാനം നീക്കിക്കളയുന്നവൻ എന്ത് കിട്ടും? ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനകളെ നിന്ദിക്കാൻ ഈ അപരിചിതൻ ആരാണ്? അവിടെ ദാവീദ് പറയുന്ന ആ ഒരു വാക്ക് ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ സേനകളെ നിന്ദിക്കാൻ ഈ അപരിചിതൻ ആരാണ്? അപ്പൊ ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ സൈന്യമാണ്. കർത്താവിൻ്റെ സഭ കർത്താവിൻ്റെ സൈന്യമാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ സൈന്യത്തിലെ മുന്നണി പോരാളികളാണ്. മാമോദീസ് എന്ന കുദാശ സ്വീകരിച്ച് കർത്താവിൻ്റെ സഭയിൽ അംഗമായ ഓരോ ക്രൈസ്തവനും കർത്താവിൻ്റെ സൈന്യ നിരയിൽ അംഗങ്ങളാണ്. നമ്മൾ അവിടുത്തെ മുന്നണി പോരാളികളാണ്. ഈ സൈന്യത്തെ നയിക്കുന്ന സ്വർഗത്തിൻ്റെ സൈന്യാധിപയാണ് പരിശുദ്ധ കന്യകാമറിയം. ഉത്തമഗീത പുസ്തകം 6-ാം അധ്യായം 4-ാം വചനത്തിൽ ഈ സത്യം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ അമ്മ സ്വർഗത്തിൻ്റെ സൈന്യാധിപയാണ്. അമ്മ യുദ്ധം നയിച്ചു കഴിഞ്ഞാൽ വിജയം നമുക്ക് ഉറപ്പാണ്. നമ്മൾ ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞവരാണ്. എൻ്റെ പ്രിയേ, നീ തീർസ നഗരം പോലെ മനോഹരിയാണ്, ജെറുസലേം പോലെ സുന്ദരിയും, കൊടിക്കൂറകൾ ഏന്തി വരുന്ന സൈന്യം പോലെ നീ ഭയാധേയവുമാണ്. കൊടിക്കൂറകൾ ഏന്തി വരുന്ന സൈന്യം പോലെ. ഇത് പരിശുദ്ധ മറിയത്തെ കുറിച്ച്, ഇത് സഭയെ കുറിച്ചുള്ള ഒരു പ്രൊഫറ്റിക് വേർഡാണ്. കൊടിക്കൂറകൾ ഏന്തി വരുന്ന സൈന്യം പോലെ. ഈ സൈന്യത്തിന്റെ അമ്മയാണ് യുദ്ധം മുന്നമെന്ന് നയിക്കുന്നത്. ഒരു ദുഷ്ടപിശാചിനും ഒരു തിന്മയ്ക്കും ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സഭയെ തകർക്കുവാനോ ദൈവജനത്തെ ഇല്ലാതാക്കാനോ നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുവാനോ സാധ്യമല്ല എന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ അകത്തോട്ട് ഇത് കയറണം പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ മറിയം അവൾ ദൈവജനത്തിന്റെ സൈന്യാധിപയാണ്. എന്താണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 3-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു. എന്താണ് യേശു പറഞ്ഞത്? രാവിലെ നിങ്ങൾ പറയുന്നു, ആകാശം ചെമന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ആകാശത്തിന്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു, എന്നാൽ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവ് ചോദിച്ച ഈ ചോദ്യത്തിന് നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ വലിയ പ്രസക്തിയുണ്ട്. ഇന്ന് നമ്മോടാണ്, എൻ്റെ സഹോദര സഹോദരി, നമ്മോടാണ് കർത്താവ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ ലോകത്തിൽ നടമാടുന്ന കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിട്ട് ടെലിവിഷനിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മൾ കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ലോകത്തിൻ്റെ മാറ്റങ്ങൾ, ബിസിനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ മറ്റു പല തലങ്ങളിലുമുണ്ടാകുന്ന മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ, വളർച്ചകൾ, കോട്ടങ്ങൾ, നേട്ടങ്ങൾ, ഇതെല്ലാം നമ്മൾ അപ്ഡേറ്റഡാണ്, കൃത്യമായിട്ട് നമുക്കറിയാം. എന്നാൽ കാലഘട്ടത്തെ വിവേചിക്കുവാൻ, കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിയുവാൻ എന്തുകൊണ്ട് ദൈവജനത്തിന് കഴിയുന്നില്ല? ഈ ചോദ്യം കർത്താവ് ചോദിക്കുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ആത്മാവിൽ പറയട്ടെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. നമ്മൾ യുഗാന്ത്യ സഭയിലാണ് ജീവിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലത്തിന്റെ അടയാളങ്ങളിലൂടെ, ആനുകാലിക സംഭവങ്ങളിലൂടെ വ്യക്തമായി പരിശുദ്ധാത്മാവ് ഈ സത്യം ഈ തലമുറയോട് വിളിച്ചു പറയുകയാണ്. നമ്മുടെ കർത്താവും ശിഷ്യന്മാരും ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോടൊരു ചോദ്യം ചോദിച്ചു. എന്താണ് കർത്താവിനോട് അവർ ചോദിച്ചത്? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3 മുതൽ 44 വചനങ്ങളാണ്. നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ശിഷ്യന്മാരെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം. വളരെ നിർണായകമായൊരു ചോദ്യമാണ് ശിഷ്യന്മാരെ കർത്താവിനോട് ചോദിച്ചത്. കർത്താവേ, നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം. ഈ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് പറയുന്ന പ്രവചനങ്ങളാണ് പിന്നീടുള്ള വചനങ്ങളിൽ കാണാൻ പറ്റുന്നത്. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പഠിപ്പിക്കും. തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലെ അവർ വഴിതെറ്റിക്കും. പ്രകൃതിക്ഷോഭങ്ങളെ കുറിച്ച് നിങ്ങൾ കേൾക്കും. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഇതെല്ലാം ഉണ്ടാകും. എൻ്റെ നാമനിമിത്തം ലോകം നിങ്ങളെ പീഡിപ്പിക്കും. നിങ്ങളിൽ പലരെ അവർ വധിച്ചു കളയും. എൻ്റെ നാമനിമിത്തം നിങ്ങൾ ദ്വേഷിക്കപ്പെടും. അനേകർ വിശ്വാസം വിട്ടുപേക്ഷിക്കും. പാപം വർദ്ധിക്കും. അനേകരുടെ സ്നേഹം തണുത്തുപോകും. വ്യാജ ക്രിസ്തുമാരും കള്ളപ്രവാചകരും ലോകത്തിൽ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടും. വ്യാജമായ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ കാണിക്കും. തെറ്റായ പ്രബോധനങ്ങൾ വെളിപ്പെടും. ദൈവരാജ്യത്തിന്റെ സുവിശേഷ ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. ഇന്ന് തുടങ്ങി അനേകം കാര്യങ്ങൾ കർത്താവ് വ്യക്തമായി തൻ്റെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന കാലഘട്ടം നമ്മൾ കാണുന്ന ഈ കാര്യങ്ങളെല്ലാം ഇതിങ്ങനെ ചുമ്മാ ഉണ്ടാകുന്നു, ഇതിങ്ങനെ നോർമലായി ഉണ്ടാകുന്ന കാര്യങ്ങളാണെന്നും പറഞ്ഞ് നമ്മൾ നിസ്സാരമായി ഇതിനെയൊന്നും കാണരുത്. ഇതിലൂടെയെല്ലാം ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ദൈവം ചില ദൂതുകൾ നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് എന്താണ് അതിൽ കാണാൻ കഴിയുന്നത്? വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയ്ക്കുള്ള അനുഗ്രഹീതനായ മാർപ്പാപ്പയായിരുന്നു. മാർപ്പാപ്പ ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഈ കാലഘട്ടം ഇത് വിശുദ്ധീകരണത്തിന്റെ നാളുകളാണ്. നമ്മെ തന്നെ വിശുദ്ധീകരിക്കേണ്ട സമയം. പാപത്തിൽ നിന്ന്, ലോകമോഹങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ വെറിക്കൂത്തുകളിൽ നിന്ന്, എല്ലാവിധ സുഖഭോഗങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ജനം തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കേണ്ട നാളുകൾ, വിശുദ്ധീകരിക്കേണ്ട സമയം. വീണ്ടും മാർപ്പാപ്പ പറഞ്ഞു, ഇത് ദൈവ കരുണയുടെ സമയമാണ്. കർത്താവിന്റെ മഹാകരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചു പ്രാർത്ഥിക്കേണ്ട സമയം. കുടുംബങ്ങൾ ചങ്കപൊട്ടി നിലവിളിക്കണം കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം, സഹോദരി സഹോദരങ്ങൾ തിരുസഭയ്ക്ക് വേണ്ടി, മെത്രാന്മാർക്ക് വേണ്ടി, കർദിനാൾമാർക്ക് വേണ്ടി,
വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി കണ്ണുനീരോടെ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് അനേകം ആത്മാക്കൾ നിത്യനരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ മാനസാന്തരത്തിനു വേണ്ടി, ലോകത്തിന്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി എല്ലാ ജനപദങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സൗജന്യ രക്ഷ സ്വന്തമാക്കാൻ വേണ്ടി നമുക്ക് എത്ര പേർക്ക് ചങ്ക പൊട്ടി നിലവിളിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും? ഇന്ന് അനേകം ആത്മാക്കൾ നരകത്തിൽ നിബന്ധിക്കുന്നതിന് കാരണം ജഡീകമായ പാപങ്ങൾ മൂലമാണെന്ന് ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇത് വിശുദ്ധീകരണത്തിൻ്റെയും ദൈവ കരുണയുടെയും, ഇത് അനുതാപത്തിൻ്റെയും ആത്മീയ ഒരുക്കത്തിൻ്റെയും കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ദൈവം ഒരുപാട് അവസരങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അനുതപിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, പാപം വിട്ടുപേക്ഷിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, കർത്താവിനോടും സഭയോടും കൂടുതൽ കമ്മിറ്റഡ് ആകുവാൻ ഒരുപാട് അവസരങ്ങൾ തരുന്നുണ്ട്. ബോധപൂർവം ആരെല്ലാം ഇത് നെഗ്ലക്ട് ചെയ്ത് അവഗണിച്ച് കാലുവെന്ത നായെ പോലെ ഈ ലോകത്തിന് വെറിക്കുത്തിന് പുറകെ പരക്കം പായുന്നു, അവർക്കെല്ലാം വലിയ നഷ്ടം സഹിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി മുന്നറിയിപ്പ് തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിത് മറന്നു പോകരുത്. അതിനാണ് പരിശുദ്ധ അമ്മയെ ത്രിയേക ദൈവം നമുക്ക് കൂട്ടിനായി തന്നിരിക്കുന്നത്. അമ്മയെ മുറുകെ പിടിക്കണം. അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. ഈ കാലഘട്ടം പലരും ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇതുപോലുള്ള മതപീഡനങ്ങൾ, വിശ്വാസത്യാഗം, പാപത്തിന് അതിപ്രസരം, ഇന്ന് ജഡീക പാപങ്ങള്, മ്ലേച്ഛമായ പാപങ്ങള് ഒരു പ്രളയം പോലെ ലോകം മുഴുവൻ ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ തകരുന്നത്, വിശ്വാസം നഷ്ടപ്പെടുന്നത്? ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? പലരും ചോദിക്കാറുണ്ട്. നമുക്കിത് മനസ്സിലാക്കണമെങ്കിൽ ഇതൊന്നും അവിചാരിതങ്ങളല്ല പ്രിയപ്പെട്ടവരെ. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വചനത്തിൽ ദൈവത്തിന്റെ തിരുവെഴുത്ത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് പിശാച് അരിശം കൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അരികിലേക്ക്, കുടുംബങ്ങളെ തകർക്കാൻ, സമർപ്പിതരുടെ സമർപ്പണത്തെ കെടുത്തിക്കളയാൻ, കർത്താവിന്റെ പുരോഹിതരുടെ പൗരോഹിത്യ ശുശ്രൂഷകളെ ക്ഷയമേൽപ്പിക്കാൻ, സഭയെ തളർത്തിക്കളയാൻ, വിശ്വാസത്തെ ഇല്ലാതാക്കാൻ, കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ മലിനപ്പെടുത്തുവാൻ, സ്ത്രീകളിലൂടെ മിതത്വം നഷ്ടപ്പെടുത്തുവാൻ, ജഡീക പാപത്താൽ ഈ തലമുറയെ മലിനപ്പെടുത്തുവാൻ പിശാച് ഇറങ്ങി തിരിച്ചിരിക്കുക. സഭയ്ക്ക് വളരെ അനുഗ്രഹീതനായ മാർപ്പാപ്പയായിരുന്നു മഹാനായ ലയോ 13-ാമൻ മാർപ്പാപ്പ. നമുക്ക് പലർക്കും ആ സംഭവം അറിയാം. ഞാനൊരു സംഭവം നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിന്ന് കാണുന്ന കേൾക്കുന്ന ഈ കാര്യങ്ങളൊന്നും അവിചാരിതങ്ങളല്ല. അമ്മയെ കൂട്ടുപിടിക്കണം നമ്മൾ. ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന് 33 വർഷങ്ങൾക്ക് മുൻപ് 1884 ഒക്ടോബർ 13-ാം തീയതി ലയോ 13-ാമൻ മാർപ്പാപ്പ തന്റെ സ്വകാര്യ ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കെട്ടുകഥയല്ല, ഇത് സഭയുടെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. കൃത്യമായി അതിന് ഡോക്യുമെന്റുകളും തെളിവുകളും ഉണ്ട്. മാർപ്പാപ്പ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബോധരഹിതനായി തീരുന്ന ഒരു അവസ്ഥയിലൂടെ മാർപ്പാപ്പ കടന്നു പോവുകയാണ്. ഈ സമയത്ത്
മാർപ്പാപ്പ ഭയാനകമായ ഒരു ദർശനം കാണുകയാണ്. ആ ദർശനത്തിൽ രണ്ടുപേരെ മാർപ്പാപ്പ കാണുന്നത്, ഒന്ന് കർത്താവായ ഈശോയെയും രണ്ട് പിശാചിനെയും. അതിപ്രകാരമാണ് പിശാച് സാത്താൻ കർത്താവിനോട് ചോദിക്കുകയാണ്, എനിക്ക് മതിയായ സമയവും അധികാരവും തന്നാൽ എനിക്ക് നിന്റെ സഭയെ നശിപ്പിക്കാനാകും. എനിക്ക് മതിയായ സമയവും അധികാരവും തന്നാൽ എനിക്ക് നിന്റെ സഭയെ നശിപ്പിക്കാനാവും. ഈശോ പറയും, എത്രത്തോളം സമയം അധികാരവും നിനക്ക് വേണം? ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് സാത്താൻ പറയുകയാണ്, 100 വർഷവും എന്നെ സേവിക്കാൻ തങ്ങളെ തന്നെ നൽകുന്നവരുടെ മേൽ ഒരു വലിയ അധികാരവും, എന്നെ സേവിക്കാൻ തങ്ങളെ തന്നെ ആരെല്ലാം എന്നെ വരമേൽപ്പിക്കുന്നു അവരുടെ മേൽ എനിക്ക് പൂർണ്ണമായ അധികാരം തരണം. പിന്നീട് മാർപ്പാപ്പ കണ്ടത്, താൽക്കാലികമായി ഈശോ അത് അനുവദിച്ചു കൊടുക്കുകയാണ്. നീ ചോദിച്ച സമയം അധികാരവും തന്നിരിക്കുന്നു. അതിനുശേഷം ഭയാനകമായ ചില കാര്യങ്ങളാണ് മാർപ്പാപ്പ കണ്ടത്. സാത്താന്റെ അധികാരം അതിന്റെ ഉച്ചകോടിയിലെത്തുന്നു. ലോകത്തിലും സഭയിലും ധാർമ്മികവും ആത്മീയമായ മൂല്യങ്ങൾ സഭയ്ക്കകത്തും പുറത്തും നഷ്ടപ്പെട്ട വർഷങ്ങൾ. പാപകരമായ നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്നു. ലോകം തിന്മയുടെ പിടിയിൽപ്പെടുന്നു. ഒരുപാട് ദുഷ്ടതകളും മ്ലേച്ഛതകളും ലോകം മുഴുവൻ വർദ്ധിക്കുന്നു. പാപം അതിന് ഉച്ചകോടിയിലെത്തിയ അവസ്ഥ. ഈ സമയത്താണ് പിന്നീട് മാർപ്പാപ്പ തന്റെ സ്വകാര്യ ചാപ്പലിൽ ചെന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി സഭയുടെ സംരക്ഷകനും സ്വർഗത്തിന്റെ സൈന്യാധിപനുമായ നമ്മൾ ഇന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ജപം മാർപ്പാപ്പ ആത്മാവിൽ പ്രേരിതനായി ആ പ്രാർത്ഥന എഴുതുകയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും പറയുന്നുണ്ട്, ദൈവം സാത്താനെ താൽക്കാലികമായി അധികാരം നൽകിയിട്ടുണ്ടെങ്കിലും പരമമായ അധികാരം ദൈവത്തിനാണെന്നും അവിടുത്തെ കരുണ അനന്തമാണെന്നും നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ വെളിപാട് 12 നമ്മളെ വചനത്തിൽ കണ്ടു, ചുരുങ്ങിയ സമയം അവശേഷിക്കുന്നു മനസ്സിലാക്കിയ പിശാച് അരിശം പൂണ്ട് കുടുംബങ്ങളെ താറുമാറാക്കാൻ, ദമ്പതികളെ നശിപ്പിക്കാൻ, യുവജനങ്ങളെ മലിനപ്പെടുത്തുവാൻ, സമർപ്പിതരുടെ സമർപ്പണത്തെ കെടുത്തി കളയുവാൻ, സഭയെ തളർത്തിക്കളയാൻ, സഭയുടെ വിശ്വാസ സത്യങ്ങളിൽ അതിനെ ക്ഷയിപ്പിച്ച് കളയാൻ ഇന്ന് എന്തൊക്കെയാ പിശാച് ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ നമ്മൾ മുറുകെ പിടിക്കണം. അമ്മ സ്വർഗത്തിന്റെ സൈന്യാധിപയാണ്. വെളിപാട് 3:15 നമ്മൾ കാണുന്നുണ്ട്, മനോഹരമായ വാഗ്ദാനമാണ്. നീയും സ്ത്രീയും നിന്റെ സന്തതി അവളുടെ സന്തതി തമ്മിൽ ഞാൻ ശത്രുതുളവാക്കും. നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുതുളവാക്കും. ഈ സ്ത്രീ ആരാ? പരിശുദ്ധ കന്യകാമറിയമാണ്. ഒരു സംശയം നമുക്ക് ആർക്കും വേണ്ട. പിശാച് ഭയപ്പെടുന്ന ദൈവസൃഷ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധ അമ്മയാണ്. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക കെട്ടുകൾ പൊട്ടുന്നു, നാരകീയ കോട്ടകൾ തകർക്കപ്പെടുകയാണ്. വർഷങ്ങളായി പിശാചിട്ടിരിക്കുന്ന ചില അടിസ്ഥാനങ്ങൾ ഛിന്ന ഭിന്നമാകുകയാണ്. എത്രയോ കഠിനമായ പാപികൾ പോലും മാനസാന്തരപ്പെടുന്നു. വിശ്വാസമില്ലാത്തവരിൽ വിശ്വാസത്തിന്റെ അഗ്നി കത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഇമോഷനാക്കാൻ വേണ്ടി പറയല്ല. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക്, ജപമാല പ്രാർത്ഥനയ്ക്ക് വലിയ പവർ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ ഡൊമിനിക്കിന്റെ അനുഭവം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഡൊമിനിക്ക് വചന ശുശ്രൂഷയ്ക്ക് ശേഷം അവിടെ സമ്മേളിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അനേകം ഡെലിവറൻസുകൾ അവിടെ സംഭവിക്കുക. ഈ സമയത്ത് ഒരു മനുഷ്യനിൽ ആവസിച്ചിരുന്ന ചില പൈശാചിക ശക്തികൾ വിശുദ്ധ ഡൊമിനിക്കിനോട് ഇപ്രകാരം പറയുകയാണ്. എന്താ പറഞ്ഞെന്നറിഞ്ഞു? അവർ ഇപ്രകാരം പറയാണ്, ഞങ്ങൾ സംസാരിക്കാൻ നിർബന്ധിക്കപ്പെടുന്നതിനാൽ നിങ്ങളോട് പറയുന്നു, നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും
നശിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. തിരുസഭയിലെ മഹാനായൊരു വിശുദ്ധനാണ് വിശുദ്ധ ഡൊമിനിക്ക്. വിശുദ്ധനായ ഡൊമിനിക്കിന് നമ്മോട് കള്ളം പറയേണ്ട ആവശ്യമില്ല. എന്താണ് ഡൊമിനിക്ക് സാക്ഷ്യപ്പെടുത്തിയത്? എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശ്വാസത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അതേതൊരു വ്യക്തിയായിക്കൊള്ളട്ടെ, ആ വ്യക്തി നശിച്ചു പോവുകയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ മറിയം ഷെഫാന ഗോപി എന്ന വന്യ വൈദികനെ വെളിപ്പെടുത്തി കൊടുത്തത്. സാത്താനെ ബന്ധിക്കുന്ന ചെങ്ങലയാണ് ജപമാല. സാത്താനെ ബന്ധിക്കുന്ന ചെങ്ങലയാണ് ജപമാല. വലിയ പവറുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 17-ാമത്തെ വചനം, നമുക്ക് പെട്ടെന്ന് വചനത്തോടെ പോകാം. 12-17 നിങ്ങൾ എല്ലാവരും ആ വചനം സ്ക്രീനിലോട്ട് നോക്കി ഉറക്കെ വായിക്കണം. എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവരുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ഏതാണ് ഈ സർപ്പം? ഈ സർപ്പത്തിന്റെ പേരെന്താ? വ്യക്തമായി കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത്? ഈ സർപ്പം ആരാണെന്ന് വേദപുസ്തകം പറയാ. ആ വലിയ സർപ്പം സർവലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടി അവന്റെ ദൂതന്മാരും. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഏതാണ് ഈ സർപ്പം? സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം. നമ്മുടെ ഹവ്വ അമ്മച്ചിയെ പറ്റിച്ച, ചതിച്ചു കളഞ്ഞ ആ പഴയ പാമ്പുണ്ടല്ലോ, ഏദനിൽ വന്ന പഴയ പാമ്പ്, അവൻ തന്നെയാണിത്. പിശാച്, സാത്താൻ എന്ന് വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവ കൽപ്പനകൾ കാക്കുന്നവരും, ഇന്ന് കർത്താവിന്റെ കൽപ്പനകളെ തകിടം മറിക്കാൻ നമ്മൾ ലോകരാജ്യങ്ങളിൽ കണ്ണോടിക്കുമ്പോൾ കാണാൻ പറ്റും. ദൈവ കൽപ്പനകൾക്ക് ഘടകവിരുദ്ധമായ പാപകരമായ നിയമങ്ങൾ ഇന്ന് ഓരോ രാജ്യവും പാസാക്കിക്കൊണ്ടിരിക്കുക. ഗർഭചിത്രം, ദയാവധം, സ്വവർഗ വിവാഹത്തിന് വേണ്ട നിയമങ്ങള്, സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധമായ ബന്ധങ്ങള്, അത്തരത്തിലുള്ള കുടുംബ സംവിധാനങ്ങൾ ഇന്ന് നിയമമായിക്കൊണ്ടിരിക്കുന്നു. എന്നു വേണ്ട കർത്താവിന്റെ വചനത്തെ ദുഷിപ്പിക്കുന്ന വിധത്തിൽ, കർത്താവിന്റെ വചനത്തെ ചവിട്ടിക്കളയുമാറ് പാപകരമായ വൃത്തികെട്ട അനേകം നിയമങ്ങൾ ഇന്ന് പല രാജ്യങ്ങളിലും പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവ കൽപ്പനകൾ കാക്കുന്നവർക്കും കർത്താവിന്റെ പുരോഹിതന്മാർക്കെതിരെ, സമർപ്പിതർക്കെതിരെ, അഭിയുന്ന പിതാക്കന്മാർക്കെതിരെ ഇന്ന് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ? നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാകണം. വീണ്ടും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവരുടെ സന്താനങ്ങളിൽ അവശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. ആ വാക്ക് എല്ലാവരും ശ്രദ്ധിച്ച്, എല്ലാവരും പറഞ്ഞേ, യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഓരോ ഒന്നുകൂടി പറഞ്ഞേ, യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. അപ്പൊ ഇന്ന് പിശാച് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കർത്താവിന്റെ സഭയ്ക്കെതിരെ ഇന്ന് പിശാച് എന്താ ചെയ്യുന്നത്? യുദ്ധം ചെയ്യാണ്. സഭയെ തകർക്കാൻ, സഭയെ തളർത്തിക്കളയാൻ, ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ, സഭയുടെ വിശ്വാസ സത്യങ്ങളെ ക്ഷയിപ്പിച്ച് കളയാൻ, കർത്താവിന്റെ പുരോഹിതന്മാരുടെ തീഷ്ണത ഇല്ലാതാക്കാൻ, കർത്താവിന്റെ സമർപ്പിതരുടെ സമർപ്പണത്തെ കെടുത്തിക്കളയാൻ, ആത്മായ പ്രേക്ഷിതരുടെ മിഷണറി ചൈതന്യത്തെ ഇല്ലാതാക്കാൻ, യുവജനങ്ങളെ മലിനപ്പെടുത്തുവാൻ, കുടുംബങ്ങളെ താറുമാറാക്കാൻ ഇന്ന് പിശാച് തുറന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, യുദ്ധത്തിൽ ദൈവജനത്തെ സഹായിക്കുവാൻ മുന്നമേ നിന്ന്
ഈ യുദ്ധം നയിക്കുവാൻ പരിശുദ്ധ ത്രിത്വം നമുക്ക് നിയോഗിച്ചു തന്ന സ്വർഗത്തിന്റെ സൈന്യാധിപയാണ് നമ്മുടെ അമ്മ. ഹല്ലേലൂയ. പരിശുദ്ധ കന്യകാമറിയം. ഇത് പറയുമ്പോൾ എന്റെ മേൽ ശക്തമായ അഭിഷേകം ഇറങ്ങുന്നു. ജീസസ്. അമ്മയുടെ പ്രാധാന്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടത്തിൽ സ്വർഗം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിരിക്കുന്ന റോള് നമ്മൾ തിരിച്ചറിയണം. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിനുശേഷം പിന്നീട് സിസ്റ്റർ ലൂസിയോട് അമ്മ ഇപ്രകാരം വെളിപ്പെടുത്തി. എന്താ അമ്മ പറഞ്ഞത്? സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീയും വെളിപാടിൽ കാണുന്ന ആ ചുവന്ന സർപ്പം, അഗ്നിമയനായ സർപ്പം, നിങ്ങൾ ആ സ്ക്രീനിലോട്ട് നോക്കി അത് വായിക്കണം ശക്തമായി. ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ഡെലിവറൻസുകൾ ഉണ്ടാകും. നമ്മുടെ മക്കളിലുള്ള പൈശാചിക സ്വാധീനങ്ങൾ മാറിപ്പോകും. നമ്മുടെ തലമുറകളിൽ ദൈവത്തിന്റെ തീയിറങ്ങും. നമ്മുടെ കൂട്ടായ്മകളിലും നമ്മുടെ സമൂഹങ്ങളിലും ദൈവത്തിന്റെ ശക്തി പരിവർത്തിക്കുന്ന സമയം. അഭിഷേകത്തോടെ വായിച്ച ആ വചനം നിങ്ങൾ എല്ലാവരും നമുക്ക് ഒരുമിച്ച് വായിക്കാം. സൂര്യനുടയാടിയാക്കിയ സ്ത്രീയും അഗ്നിമയനായ സർപ്പവും, ഇത് നിർണായക യുദ്ധത്തിന്റെ സമയമാണെന്ന് ഞാൻ നിന്നോട് പ്രഖ്യാപിക്കുന്നു. എന്റെ വിമല ഹൃദയത്തിന്റെ വിജയം പൂർത്തീകരിക്കുവാൻ ഞാൻ തന്നെ ഇടപെടുന്ന സമയമാണിത്. എത്ര മനോഹരമായ വാക്കുകളാണ് നമ്മുടെ അമ്മയുടേത്. നമ്മുടെ അമ്മ എന്താ നമ്മോട് പറയുന്നത്? എന്റെ വിമല ഹൃദയത്തിന്റെ വിജയം അത് വെളിപ്പെടുന്ന സമയം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത വിധം അപ്പുറത്ത് അദൃശ്യമായ ഒരു സ്പിരിച്വൽ വേൾഡ് ഉണ്ട്, ഒരു ആത്മീയ ലോകമുണ്ട്. ഘോര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അമ്മയെ കൂട്ടുപിടിച്ച് അമ്മയോടൊപ്പം ഒരു നിമിഷം വലതുകരം ഉയർത്തി നമുക്ക് അമ്മയോട് ചേർന്ന് ഹൃദയം തകർന്ന് പൊട്ടി കരഞ്ഞങ്ങ് അമ്മയോട് ചേർന്നങ്ങ് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ തീയായി പരിശുദ്ധാത്മാവ് കത്തട്ടെ. ദൈവത്തിന്റെ കാറ്റായി പരിശുദ്ധാത്മാവ് ആഞ്ഞടിക്കട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, anoint us, anoint us, anoint us. നമ്മൾ ഒരുമിച്ച് ആവേ ആവേ മരിയ ആ വരികളൊന്ന് ചേർന്ന് പാടുകേ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. എല്ലാവരും ചേർന്ന് പാടുകേ. ആവേ ആവേ മരിയ, ആവേ മരിയ. അമ്മേ, സ്വർഗത്തിന്റെ സൈന്യാധിപയായി ഈ യുദ്ധം മുന്നമേ നിന്ന് നമ്മെ നയിക്കണമേ. അമ്മ ഞങ്ങളെ നയിക്കണമേ. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെല്ലാം സമർപ്പിക്കുന്നു. അമ്മ എല്ലാം ഏറ്റെടുത്ത് ക്രമപ്പെടുത്തണമേ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ മറിയം സ്വർഗത്തിന്റെ സൈന്യാധിപയായ തിരുസഭയുടെ നാഥയായ നമ്മുടെ അഭിഭാഷികയും അമ്മയുമായ പരിശുദ്ധ കന്യകാ മറിയം മിജുകുറിയായിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ 5 കാര്യങ്ങളിലേക്ക് നമ്മളെ വിളിക്കുകയാണ്. ഇന്ന് രാത്രി അത് 2 കാര്യങ്ങൾ നിങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അമ്മ വിളിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലേക്കും ക്രിസ്തുവിൻ്റെ സഭയുടെ പ്രബോധനങ്ങളിലേക്കും വിശ്വാസ സത്യങ്ങളിലേക്കുമാണ്. ആഴമേറിയ വിശ്വാസത്തിലേക്ക് അമ്മ നമ്മെ വിളിക്കുകയാണ്. രണ്ടാമത് അമ്മ നമ്മെ വിളിക്കുന്നത് പ്രാർത്ഥനയിലേക്കാണ്. അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്: പ്രാർത്ഥനയുടെ ശക്തി ക്രൈസ്തവർ മറന്നുപോയിരിക്കുന്നു. മൂന്നാമത് അമ്മ വിളിക്കുന്നത് ഉപവാസത്തിലേക്കാണ്.
നാലാമത് അമ്മ വിളിക്കുന്നത് മാനസാന്തരത്തിലേക്കാണ്. അഞ്ചാമത് അമ്മ വിളിക്കുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനത്തിലേക്കാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ ജനത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് ആഴമേറിയ വിശ്വാസമാണ്. നമ്മുടെ ജീവനേക്കാളും വിലപ്പെട്ടതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി എന്തൊക്കെ നഷ്ടങ്ങളും കഷ്ടങ്ങളും നമുക്ക് സഹിക്കേണ്ടി വന്നാലും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ നമ്മുടെ കരങ്ങളിൽ വിശ്വസ്തയോടെ കർത്താവ് ഭരമേൽപ്പിച്ച നമ്മുടെ വിശ്വാസത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണം. ഒരു നല്ലൊരു ഫെയ്ത്ത് ഫോർമേഷൻ, വിശ്വാസ പരിശീലനം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ കൊടുക്കണം. നമ്മുടെ വിശ്വാസത്തെ ഡൈലൂട്ട് ചെയ്യരുത്. സഭയുടെ വിശ്വാസ സത്യങ്ങളിൽ നമ്മൾ ആരും വെള്ളം ചേർക്കരുത്. അത് നമ്മുടെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്നതാണ്. വെളിപാടിന്റെ പുസ്തകം 14:12 എന്താണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്? ഇവിടെയാണ് കർത്താവിന്റെ ജനത്തിന് എന്തു വേണ്ടത്? രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. വെളിപാട് 14:12 ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത്. ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം. ലൂക്കായുടെ സുവിശേഷം 17:5 അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഓ ലോർഡ്, ഇൻക്രീസ് അവർ ഫെയ്ത്ത്. കർത്താവ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ഇന്ന് ഞാനും നിങ്ങളും ചങ്ക് പൊട്ടി ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു പ്രാർത്ഥനയെ, പ്രിയപ്പെട്ടവരെ. മറ്റേതു പ്രാർത്ഥനയേക്കാൾ ഉപരി ഈ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം, ഞങ്ങളുടെ മക്കളുടെ വിശ്വാസം, ഞങ്ങളുടെ കുടുംബത്തിന്റെ തലമുറയുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കാരണം ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തെ ഇല്ലാതാക്കാനാണ് പിശാച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശുവിന്റെ കുരിശുമരണം നടന്നിട്ടില്ല, ക്രിസ്തു ഉദ്ധാനം ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള അനേകം ടീച്ചിങ്സ് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ അനേകം ക്രൈസ്തവ യുവജനങ്ങൾ ഇത്തരത്തിലുള്ള പ്രബോധനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ഇതെല്ലാം ചില സംഘടിത ശക്തികളുടെ ഗൂഢലക്ഷ്യങ്ങളാണ്. എന്തിനു വേണ്ടി? സഭയെ തളർത്തിക്കളയാൻ, ക്രിസ്തീയ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ. നമ്മൾ തുർക്കിയിൽ കണ്ടു മനോഹരമായ ക്രൈസ്തവ ദേവാലയം, അതൊരു മോസ്കാക്കി മാറ്റിയത്. ഇന്ന് തുർക്കിയിൽ ക്രിസ്തീയ വിശ്വാസത്തെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുർക്കിയിൽ മാത്രമല്ല, ലോകത്തിലെ പല ദിക്കുകളിലും വളരെ സംഘടിതമായ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ വിശ്വാസത്തെ നല്ലതുപോലെ അറിയണം. മാതാപിതാക്കളെ, മക്കളെ അത് പരിശീലിപ്പിക്കണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ കരുത്തും നമ്മുടെ വിശ്വാസത്തിൻ്റെ സമ്പന്നതയും നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തിയും എന്താണെന്ന് നമ്മുടെ തലമുറകൾക്ക് നമ്മൾ കൈമാറിക്കൊടുക്കണം. അതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ എല്ലാം തീർന്നുട്ടോ. പിന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? മണ്ണാങ്കട്ട, ഒരു പ്രയോജനമില്ല പ്രിയപ്പെട്ടവരെ. തലമുറകളിലേക്ക് നമ്മുടെ വിശ്വാസ ബോധ്യങ്ങൾ നമ്മൾ കൈമാറിക്കൊടുക്കണം. വളരെ മനോഹരമായൊരു പുസ്തകമാണിത്. ദേവപ്രസാദ് സാർ എഴുതിയതാണ്. പരിശുദ്ധ അമ്മയുടെ പൊന്നുമോനാണ് അദ്ദേഹം. അതിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് വലിയ വർധനവുണ്ടാകും. ഫാത്തിമയിൽ വെച്ച് പരിശുദ്ധ അമ്മ നൽകിയ പ്രധാനപ്പെട്ട ഒരു സന്ദേശം, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രക്ഷയുടെ മാനസാന്തരത്തിന് വേണ്ടി. അതിനമ്മ പറഞ്ഞത്, രക്ഷയെ എൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. രണ്ടാമത്,
രക്ഷയുടെ മാനസാന്തരത്തിന് വേണ്ടി എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പക്ഷേ ഈ സന്ദേശം വേണ്ടതുപോലെ സ്വീകരിക്കപ്പെട്ടില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം 1981 സോവിയറ്റ് യൂണിയനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ട ഇടങ്ങളിൽ വിശ്വാസത്തിന്റെ തീ പടരും. വിശ്വാസത്യാഗം സംഭവിച്ച തലങ്ങളിൽ വീണ്ടും വിശ്വാസത്തിന്റെ അഗ്നി ജ്വലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എത്രയോ ദേശങ്ങൾ, എത്രയോ രാജ്യങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. പോളണ്ട് ഉദാഹരണമല്ലേ? സോവിയറ്റ് യൂണിയൻ, ഇന്നത്തെ റഷ്യ നമുക്ക് കാണാൻ പറ്റും. വെറും 9 വർഷമേ കഴിഞ്ഞുള്ളൂ. സോവിയറ്റ് യൂണിയൻ തകർക്കപ്പെടുകയാണ്. സോവിയറ്റ് യൂണിയന്റെ പതാക താഴ്ത്തപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് എന്റെ വിമല ഹൃദയത്തിന്റെ വിജയം നീ കാണുമെന്ന് സിസ്റ്റർ ലൂസിയോട് അമ്മ പറഞ്ഞിരുന്നു. ലിറ്ററലി അത് സംഭവിച്ചു. വിമല ഹൃദയത്തിനെ റഷ്യ പ്രതിഷ്ഠിച്ചു. വെറും 9 വർഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. റഷ്യ മാനസാന്തരപ്പെട്ടു. പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിജയം നാം അവിടെ കാണുകയാണ്. ഇന്ന് റഷ്യയിൽ വരുന്ന വാർത്തകൾ എന്താ? രക്ഷയുടെ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ ഞാൻ ഈ പുസ്തകത്തിൽ ഒന്ന് വായിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. ഫലങ്ങൾ ഇന്ന് ചിത്രീകരിക്കാവുന്ന വിധമുള്ള പ്രതികരണങ്ങളാണ് രക്ഷയുടെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ പുട്ടിൽ നിന്നും കേൾക്കുന്നത്. സ്വവർഗ വിവാഹം നിയമമാക്കിയ അമേരിക്കൻ മുൻ പ്രസിഡന്റായിരുന്ന ബാറക് ഒബാമയോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ദൈവിക പദ്ധതിക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റാണ് പറയുന്നത്, ആലോചിക്കണം. സ്വവർഗ വിവാഹം അമേരിക്കയിൽ നിയമമാക്കിയ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയെ നോക്കി റഷ്യൻ പ്രസിഡന്റ് പറയാണ്, നിങ്ങൾ ദൈവിക പദ്ധതിക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വീണ്ടും ക്രൈസ്തവർക്കെതിരെ ആഗോളതലത്തിൽ നടക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ പുടിനെ സന്ദർശിച്ച റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധികളോട് അദ്ദേഹം പറഞ്ഞതായി വന്ന വാർത്തകളും വളരെ പ്രതിബദ്ധതയുള്ള ഒരു ഭരണാധികാരിയുടെ കൃത്യമായ നിലപാടുകളായിരുന്നു. ഹാഗിയ സോഫി വിഷയത്തിലും അദ്ദേഹം ഇടപെട്ടു. ഇന്ന് ട്രംപിനെ പോലെ തന്നെ ക്രൈസ്തവർക്ക് വേണ്ടി സ്വരമുയർത്തുന്ന ഒരു നേതാവാണ് റഷ്യൻ പ്രസിഡന്റ്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നല്ല പ്രിയപ്പെട്ടവരെ, കമ്മ്യൂണിസത്തിന് പിടിയിലമർന്ന് വിശ്വാസ ത്യാഗം സംഭവിച്ച, വിശ്വാസമില്ലാതിരുന്ന റഷ്യയിൽ വിശ്വാസത്തിന് അഗ്നി കത്തുകയാണ്. ഒരുപാട് പള്ളികൾ ഇന്ന് തുറക്കപ്പെട്ടു, ആരാധനകൾക്ക് സ്വാതന്ത്ര്യമുണ്ടായി. നമ്മൾ ഇന്ന് റഷ്യയിലേക്ക് നോക്കുമ്പോൾ അവിടെ വിശ്വാസത്തിന്റെ തീ പടരുന്നത് കാണാൻ പറ്റും. എന്താണ് ഇതിന്റെ അർത്ഥം? വിശ്വാസത്യാഗം സംഭവിച്ച തലമുറയ്ക്ക്, അത് കുടുംബമാകട്ടെ, വ്യക്തികളാകട്ടെ, കൂട്ടായ്മകളാകട്ടെ, പ്രസ്ഥാനങ്ങളാകട്ടെ, രാജ്യങ്ങളാകട്ടെ, ദേശങ്ങളാകട്ടെ, അവിടെ വീണ്ടും വിശ്വാസം കത്തി ജ്വലിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ നാഥയായ അമ്മയെ കൂട്ടുപിടിച്ച് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസ ത്യാഗത്തിന്റെ കെട്ടുകൾ പൊട്ടും. അതിനെതിരെ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികൾ പരിശുദ്ധ മറിയത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രഭയാൽ നിർവീര്യമായി പോകും. കാരണം അവൾ സ്വർഗത്തിന്റെ സൈന്യാധിപയും അവൾ ദൈവജനത്തിന്റെ നിത്യ സഹായികയുമാണ്. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, 16-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചത് ലാറ്റിൻ അമേരിക്കയിൽ മെക്സിക്കോ എന്ന രാജ്യത്ത് ഗുഡലൂപ്പയിൽ പോകാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചത് നടക്കാതിരിക്കുക. ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പങ്കുവയ്ക്കുക. ഷെക്കേനയുടെ ബന്ധപ്പെട്ട് വളരെ വലിയൊരു പ്രതിസന്ധി, ഇതൊരു പബ്ലിക് മീഡിയ ആയതുകൊണ്ട് ഞാൻ ആ പ്രശ്നം എന്താന്ന് പറയുന്നില്ല. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞൊരു കീറാമുട്ടി വിഷയം, അതെങ്ങനെ പരിഹരിക്കപ്പെടും? മാനുഷികമായി ചിന്തിച്ചാൽ ഒരു എത്തും പിടുത്തം കിട്ടത്തില്ല. അമേരിക്കയിൽ ഒരു കൺവെൻഷന് വേണ്ടി പോയപ്പോഴാണ് ഗുഡലൂപ്പയിൽ പോകാൻ കർത്താവ് കരുണ കാണിച്ചത്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ആ പരിശുദ്ധ ദേവാലയത്തിലേക്ക് കയറി ജുവാൻ ഡീഗിയോട്
പരിശുദ്ധ അമ്മ പറഞ്ഞ സത്യങ്ങൾ ഇന്നും അമ്മയുടെ ഛായാചിത്രം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മങ്ങലേൽക്കാതെ, ഒരു പോരൽ പോലും ഏൽക്കാതെ ആ ഛായാചിത്രം ഇന്നും അവിടെ ഉജ്ജ്വലിച്ച് സൂര്യനെ പോലെ പ്രകാശിച്ച് ആ ബസിലിക്ക് നിൽക്കുന്നുണ്ട്. ഞാൻ ആ ഛായാചിത്രത്തിന്റെ അരികിൽ ചെന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എനിക്കറിയാവുന്ന ഭാഷയിൽ, എനിക്ക് അത്രേ പറയാൻ പറ്റത്തുള്ളൂ, എനിക്കറിയാവുന്ന ഭാഷയിൽ, എൻ്റെ അമ്മേ, എനിക്ക് വേറെ ആരുമില്ല, അമ്മ സഹായിക്കണേ, വലിയൊരു പ്രതിസന്ധിയിലാണ്, കഷ്ടപ്പാടിലാണ്, എങ്ങനെ മുന്നോട്ട് പോകുന്നു അറിയത്തില്ല, അമ്മ ഈ പ്രശ്നത്തിൽ സഹായിക്കണം, അമ്മ ഇടപെടണം, അമ്മ പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞങ്ങ് ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ഹൃദയം നുറി ഇങ്ങനെ കണ്ണീര് വന്നുകൊണ്ടിരിക്കുക. അമ്മേ, എനിക്കൊരു തീർപ്പുണ്ടാക്കി തരണം, അമ്മ ഒരു തീർപ്പുണ്ടാക്കി തന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ എന്ന് പറഞ്ഞ് അമ്മയെ വട്ടമിട്ട് പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും അമേരിക്കയിലോട്ട് പോയി കൺവെൻഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് വന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ. ഒരു വെച്ച് കെട്ടി പറയുന്ന കഥയല്ല ഇത്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ അത്രയും വലിയൊരു കീറാമുട്ടി വിഷയമായിരുന്നു. അത്ഭുതകരമായി പരിശുദ്ധ അമ്മയിലൂടെ ത്രിയേകതയും ഇടപെട്ടുകൊണ്ട് മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യത്തിൽ കർത്താവിന്റെ ശക്തി ഇറങ്ങി വന്ന് ആ അസാധ്യതയെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോ സാധ്യമാക്കി തന്നു. ഹല്ലേലൂയ! എത്ര അത്ഭുതകരമാണ് നമ്മുടെ അമ്മ. അമ്മയെ കൂട്ടുപിടിച്ചാൽ, അമ്മയുടെ കരം പിടിച്ചാൽ നമുക്കാർക്കും നിരാശപ്പെടേണ്ടി വരികയില്ല, നമുക്കാർക്കും വേദനിക്കേണ്ടി വരികയില്ല, നമ്മൾ ആരും നശിച്ചു പോകാൻ നമ്മുടെ അമ്മ സമ്മതിക്കില്ല. മുന്നമേ നിന്ന് നമുക്ക് വേണ്ടി അമ്മ പൊരുതും. അവൾ സ്വർഗത്തിന്റെ ഭയങ്കരിയാണ്. പിശാചിന് ഏറ്റവും തലവേദന പിടിച്ചവളാ നമ്മുടെ അമ്മ. എന്റെ പ്രിയപ്പെട്ടവരെ, മെജുഗുറിയയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഒരു ഗോത്രവർഗം ഉണ്ട്. ഗോത്രവർഗത്തിന്റെ പ്രകൃതി ശക്തികളെയാണ് അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. ആസ്ട്രേക് വംശജർ നരബലി, മനുഷ്യ കുരുതി അവിടെ നടത്തിയിരുന്നു. ഇങ്ങനെയുള്ള പ്രാകൃത ആചാരങ്ങളും ഇത്തരത്തിലൊക്കെയാണ് ആ ഗോത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിലാണ് പരിശുദ്ധം പ്രത്യക്ഷപ്പെട്ട് ജോവാൻ ഡിയാഗിയോട് ആ മെസ്സേജ് ഒക്കെ പറഞ്ഞത്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മയുടെ സാന്നിധ്യം, പരിശുദ്ധമ്മയുടെ ഇടപെടല്, പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം വിശ്വാസമില്ലാത്ത അപരിഷ്കൃതരായ പ്രകൃതി ശക്തികൾ ആരാധിച്ചിരുന്ന, മനുഷ്യക്കുരുതി നടത്തിയിരുന്ന, നരബലി നടത്തിയിരുന്ന ആ ഗോത്രം മുഴുവൻ മാനസാന്തരപ്പെട്ട് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ! വിശ്വാസത്തിനൊരു കണിക പോലും ഇല്ലാതിരുന്ന ആ ഗോത്രം മുഴുവൻ ഒറ്റ വർഷം കൊണ്ട് 10 ലക്ഷം പേരെ മാനസാന്തരപ്പെട്ടത്, കർത്താവിന്റെ സഭയോട് ചേർക്കപ്പെട്ടത്. കണക്കുകൾ പറയുന്നത് 8 വർഷത്തിനുള്ളിൽ 9 മില്യൺ എന്ന് പറഞ്ഞാൽ 90 ലക്ഷം, ഏകദേശം 1 കോടി ജനം അവിടെ മാനസാന്തരപ്പെട്ടു. യേശുവിനെ കണ്ടുമുട്ടി. അവർ വിശ്വാസം സ്വീകരിച്ചു. അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, പ്രാകൃത ആചാരങ്ങളിൽ നിന്ന് അവർ പിന്മാറി. അവരുടെ ജീവിതം അവർ യേശു ക്രിസ്തുവിനായി സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, വിശ്വാസമില്ലാത്ത അനേക മണ്ഡലങ്ങൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധയായ കന്യാസ്ത്രീ, മദർ മരിയാന ജീസസ്, ഇന്നും ഈ പാവപ്പെട്ട കന്യാസ്ത്രീയുടെ ശരീരം അഴുകിയിട്ടില്ല. വ്യക്തമായിട്ട് അവിടെ ഇപ്രകാരം പറയുകയുണ്ടായി. 20-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ അവസാനം നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. 4 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ പ്രവചനങ്ങളെല്ലാം വെളിപ്പെടുന്നത്. വ്യക്തമായിട്ട് പറയുകയാണ്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കർത്താവിന്റെ പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയുടെ നാഥയാണ് പരിശുദ്ധ അമ്മ. അവിടെ പറയുന്നത്, വിശ്വാസ സത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ചില വീഴ്ചകളുണ്ടാകും.
നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കിക്കുക ആ രംഗങ്ങൾ. മദർ മരിയാന വ്യക്തമായിട്ട് പറയുകയാണ്, വിശ്വാസ സത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ചില സന്ദർഭങ്ങളിൽ സഭ നേതൃത്വത്തിന് പരാജയങ്ങൾ സംഭവിക്കും. അപ്പൊ അതിനർത്ഥം എന്താ? നമ്മുടെ അഭിവന്യ പിതാക്കന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അവരെ സ്നേഹിച്ചു പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയാൻ. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, പുരോഹിതർ തങ്ങളുടെ അധരങ്ങളിൽ വചനം സൂക്ഷിക്കണം, അവർക്ക് ജ്ഞാനമുണ്ടാകണം. അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് അവരെ സ്നേഹിച്ച് അവർ കർത്താവിന്റെ ജ്ഞാനം കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നഷ്ടമാകുന്ന വിശ്വാസത്തെക്കുറിച്ചും കൊണ്ട് വിശ്വാസത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സഭാ നേതൃത്വത്തിന്റെ പരാജയത്തെക്കുറിച്ചും അതിന്റെ ഫലമായി തുറന്നുണ്ടാകുന്ന ആത്മീയവും സിദ്ധാന്തപരവുമായ പ്രതിസന്ധിയെക്കുറിച്ചും കുദാശകളോടുള്ള വിശ്വാസികൾ വർദ്ധിക്കും. ഈ കൊറോണ കാലഘട്ടത്തിൽ ഇനി പള്ളിയിലേക്ക് ജനത്തെ കയറ്റാൻ നമ്മൾ പാടുപെടേണ്ടി വരും. കുദാശകളോട് ജനത്തിനുണ്ടാകുന്ന അവഗണന. എന്തിനാ പള്ളിയെ പോണേ? എന്തിനാ നീ കുമ്പസാരിക്കണേ? ദൈവം സർവശക്തനാണെങ്കിൽ ഈ കൊറോണയെ അങ്ങ് പിടിച്ചു കെട്ടാമായിരുന്നില്ലേ? ഈ കോവിഡിന് ഇല്ലാതാക്കാമായിരുന്നില്ല? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല, യാദൃശ്ചികമായി ഒന്നും സംഭവിക്കുന്നില്ല. ഇതൊക്കെ ദൈവത്തിന്റെ ജ്ഞാനത്തിലുള്ള കാര്യങ്ങളാണ്. ഇനി എന്തിനാ കുർബാനയ്ക്ക് പോണേ? എന്തിനാ ഇനി പള്ളി? എന്തിനാ ഇനി കുദാശകള്? ഇന്ന് ചിന്തിക്കുന്നവരുടെ അനേകരുടെ എണ്ണം വർദ്ധിക്കും. ഇതല്ലേ അമ്മ പറഞ്ഞത്? 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോട്ട് വരുമ്പോൾ 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യ നാളുകളിൽ കുദാശകളുള്ള അവഗണനകൾ ഒരുപാട് ജനത്തിനുണ്ടാകും. ഈ കോവിഡ് നാളുകൾ ഇത് കഴിയുമ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ അവൻ്റെ അവസാന ഭാഗത്തോട്ട് വരികയാണ് പ്രിയപ്പെട്ടവരെ. വീണ്ടും അമ്മ പറഞ്ഞു, കുഞ്ഞുങ്ങളിൽ അവരുടെ നിഷ്കളങ്കത നഷ്ടപ്പെടും, സ്ത്രീകളിൽ മിതത്വം നഷ്ടപ്പെടും. ഇന്ന് എത്ര കുടുംബങ്ങളെ താറുമാറായിക്കൊണ്ടിരിക്കുന്നത്. അതും കൂടി നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. നമുക്ക് ആ സ്ക്രീനിലോട്ട് നോക്കി ഒന്ന് വായിക്കാം. എല്ലാറ്റിനുമുപരി വിഷാദാത്മകമായ നാളുകളിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത സുഖഭോഗങ്ങളുടെ പ്രലോഭനങ്ങളിൽപ്പെട്ട് അസംഖ്യം ആത്മാക്കൾ ചാഞ്ചല്യപ്പെട്ട് പാപക്കണിയിൽപ്പെടും. അവിഹിത വേക്ഷകളിലെ, തെറ്റായ പ്രേമബന്ധങ്ങളിലെ, തിന്മകളിലെ, അശുദ്ധമായ വ്യാപാരങ്ങളിലെ പെട്ടുപോകും. പിശാച് അവരെ പെടുത്തിക്കളയും. കൃത്യമായി വെളിപ്പെട്ട് കിട്ടിയിരിക്കുക. സ്ക്രീനിലോട്ട് നോക്കാം നമുക്ക് വീണ്ടും. അവർ പാപക്കണിയിൽപ്പെടും. കുട്ടികളിൽ നിഷ്കളങ്കതയോ സ്ത്രീകളിൽ മിതത്വമോ കാണപ്പെടുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് കുറെ കുഞ്ഞുങ്ങൾ മലിനപ്പെട്ടു. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ വന്നപ്പോൾ മൊബൈൽ സുന്ദരമായിട്ട് അതിലിങ്ങനെ തോണ്ടിക്കൊണ്ട് എന്തൊക്കെയാ, എത്ര പിള്ളേരെ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ പാപക്കണിയിൽ പെട്ടിരിക്കുക. എൻ്റെ സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധി സൂക്ഷിക്കണം. സ്ത്രീകളിൽ മിതത്വം കുറയും. ഈ ഘട്ടത്തിൽ, സഭയുടെ അതിപ്രധാനമായ ഘട്ടത്തിൽ സംസാരിക്കേണ്ടവർ നിശബ്ദരാകും. അമ്മയിലൂടെ ത്രിയേകതയും വെളിപ്പെടുത്തിയ സത്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുപോലെ ചങ്കുപൊട്ടി അമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അത്ഭുതങ്ങൾ നടക്കും, അത്ഭുതങ്ങൾ നടക്കും. രണ്ടാമതായി അമ്മ നമ്മെ വിളിക്കുന്നത് കഠിനമായ പ്രാർത്ഥനയിലേക്കാണ്. ഈ കാലഘട്ടത്തിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥനയുടെ ശക്തി ഇല്ലാതാക്കാൻ ഒരു മനുഷ്യനും ഒരു പിശാചിനും സാധ്യമല്ല. പ്രാർത്ഥനയാകുന്ന മിസൈലിനെ തകർക്കാൻ ഇതുവരെ പിശാച് മറ്റൊരു ആയുധം കണ്ടുപിടിച്ചിട്ടില്ല, ഇനി കണ്ടുപിടിക്കാനും പോകുന്നില്ല. അത്രയും പവറാ പ്രാർത്ഥനയ്ക്ക്. അതുകൊണ്ട് അമ്മ പറഞ്ഞത്, എൻ്റെ മക്കൾ മറന്നുപോയി, പ്രാർത്ഥന കൊണ്ട് യുദ്ധങ്ങളെ തടയാമെന്നും പ്രകൃതി ക്ഷോഭങ്ങളെ ഇല്ലാതാക്കാമെന്നും ജഡികമായ തിന്മകളെ പിഴുത് കളയാമെന്നും കുടുംബങ്ങളെ കർത്താവിന്റെ സ്നേഹത്തിൽ ഉറപ്പിക്കാമെന്നും ലോകത്തിലേക്ക് ക്രിസ്തുവിന്റെ സമാധാനം കൊണ്ടുവരാമെന്നുമുള്ള കാര്യം എൻ്റെ മക്കൾ മറന്നുപോയി. ജീസസ്, പ്രാർത്ഥനയുടെ പവർ മനസ്സിലാക്കണം. എൻ്റെ സഹോദര, ഈ വചനം നിനക്കുള്ള ദൂത, ദൈവത്തിന്റെ ആലോചന ഇത്. സഹോദരി, മുട്ടുകുത്തി ചങ്ക് പൊട്ടി കൈവിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
നിനക്ക് വേണ്ട ആത്മശക്തി ദൈവം തരും. നിന്റെ വിഷയങ്ങളിൽ കർത്താവ് ഇടപെടും. നിന്റെ കണ്ണുനീരിനെ സ്വർഗം തീർപ്പ് കൽപ്പിക്കും. ഒരു സംശയം ആർക്കും വേണ്ട, ഒരു സംശയം വേണ്ട. ഞാൻ ഒരു 2 അനുഭവം പറഞ്ഞ് നമ്മൾ ഇനി ആരാധനയ്ക്ക് കയറാൻ പോവാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതിയാണ് ഷെക്കേന ടെലിവിഷൻ ഫുൾ ട്രാൻസ്മിഷനിലോട്ട് വന്നത്. ഫസ്റ്റ് ബർത്ത്ഡേ ഇതൊരു ന്യൂ ബോൺ ബേബിയാണ്. ഒത്തിരി പേര് നിങ്ങൾ ഈ ടെലിവിഷനെ സ്നേഹിക്കുന്നുണ്ട്, ഈ മാധ്യമ ശുശ്രൂഷ സ്നേഹിക്കുന്നുണ്ട്. എനിക്കറിയാം, ഒരുപാട് പേര് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ 2019 ഒക്ടോബർ 7-ാം തീയതി ഫുൾ ട്രാൻസ്മിഷനിലോട്ട് വന്നു. കടുത്ത പ്രതിസന്ധി, സാമ്പത്തികമായ കടുത്ത പ്രതിസന്ധി ഒരു വശത്ത്, മറുവശത്ത് വേറെ ഒരുപാട് വിഷയങ്ങൾ. ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ചുള്ള 100 ആശങ്കകൾ. കാരണം ഒരു മാസം ലക്ഷക്കണക്കിന് രൂപ വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. സാറ്റലൈറ്റ് റെന്റ്, സ്റ്റാഫുകളുടെ സാലറി, ന്യൂസ് ചാനലാകുമ്പോൾ ന്യൂസുകൾ തരുന്ന ഏജൻസികൾക്ക് കൊടുക്കേണ്ട പൈസകൾ, ഓഫീസ് ചെലവുകൾ, അതുപോലെ തന്നെ കാരേജ് ഫീ, ഇങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവ്. കർത്താവിൻ്റെ പരിപാടിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പോവുകയാണ്. നമുക്ക് വേറെ ഒരു വരുമാനമില്ല, ഈശോ മാത്രമാണ് സമ്പത്ത്. അങ്ങനെ ഒരു ഡിസംബർ ജനുവരി ഏകദേശം ഒരു അവസാനമൊക്കെ ആയിട്ട് എപ്പോഴും ഓർക്കുന്നുണ്ട്. ജനുവരി അല്ല, ഏകദേശം ഫെബ്രുവരി, അതുകൊണ്ട് ഒരു ഫെബ്രുവരിയാണ്, ഫെബ്രുവരി അവസാനം ഞാൻ എൻ്റെ ഷെക്കേന ടെലിവിഷൻ്റെ ഓഫീസിൽ അവിടെ പേഴ്സണൽ ചാപ്പലിൽ രാത്രി കാലം പ്രാർത്ഥിക്കാൻ വരികയാണ് ഈശോയുടെ മുമ്പിൽ. കാരണം പ്രാർത്ഥിച്ചാലേ നിവൃത്തിയുള്ളൂ, കർത്താവിനെ ആശ്രയിച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അങ്ങനെ പൊട്ടിക്കരഞ്ഞ് കർത്താവ്, കാരണം എന്താണെന്ന് പറയുക, തീരം കാണാതെ, കര കാണാൻ കഴിയാതെ നടുകടലിൽ വട്ടം കറങ്ങുന്ന ഒരു കൊച്ചു വഞ്ചി പോലെയാണ് എനിക്ക് ഷെക്കേന ടെലിവിഷൻ അനുഭവപ്പെടുന്നത്. ഇത് എങ്ങോട്ടാ പോണേ കർത്താവ്, എന്ത് ചെയ്യും, ആരോട് ഈ സങ്കടം പറയാ? ഇങ്ങനെ 100 ആശങ്കകൾ ഉള്ളിലോട്ട് വരിക. ഞാൻ രാത്രി ഒരു 1:30 മണി സമയമായിട്ടുണ്ട്. പ്രാർത്ഥന ഞാൻ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഷെക്കേന ടെലിവിഷൻ അതിൻ്റെ റിസപ്ഷനിലോട്ട് കയറി വരുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപമുണ്ട്. മറുവശത്ത് മിഖായേലിൻ്റെ രൂപമുണ്ട്. കാരണം അമ്മ സ്വർഗത്തിൻ്റെ സൈന്യാധിപയാണ്, മിഖായേൽ സ്വർഗത്തിൻ്റെ സൈന്യാധിപനാണ്. ഇവർ 2 പേരും ചേർന്നാണ് ഈ മാധ്യമ ശുശ്രൂഷ മുന്നോട്ട് ഇതൊരു യുദ്ധം തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഞാൻ ഈ പ്രയർ കഴിഞ്ഞ് ഇറങ്ങി വന്ന് ഗുഡലൂപ്പിൽ ചെയ്തതുപോലെ തന്നെ, എന്താണെന്നറിയില്ല, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ശക്തിയോടെ ഇറങ്ങി വന്നു. ഞാൻ അമ്മയെ വട്ടം പിടിച്ച്, ആ തിരുസ്വരൂപത്തെ വട്ടം പിടിച്ച്, ഇതൊക്കെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഏത് അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കുക? മോൾ ഓടി വന്ന് അമ്മേ പറ്റുന്നില്ല, അമ്മ സഹായിക്കണം എന്ന് പറഞ്ഞ അമ്മയെ ഇങ്ങനെ വാരി പിടിക്കുമ്പോൾ ഏത് അമ്മയുടെ ചങ്ക തുറക്കാതിരിക്കുക? ഏത് അമ്മയെ നമ്മളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക? അമ്മയാണെങ്കിൽ നിശ്ചയമായിട്ട് അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും. ഞാൻ അമ്മയെ വട്ടം പിടിച്ച് പറഞ്ഞു, അമ്മേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ, അമ്മ ഈ ടെലിവിഷൻ ശുശ്രൂഷ ഏറ്റെടുക്കണം അമ്മേ, അമ്മ എല്ലാം ക്രമപ്പെടുത്തണം അമ്മേ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ വളരെ ക്ഷീണിച്ചു പോകുന്നതൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാം വിളിച്ച്, ഞാൻ നിങ്ങളോട് വളരെ ഓപ്പണായിട്ട് പറയാം, എൻ്റെ കുടുംബത്തോട് പറയുന്ന ഫ്രീഡത്തോട് ഞാൻ പറയുന്നത്, ഞാൻ വളരെ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് അമ്മയെന്ന് പറഞ്ഞിങ്ങനെ ഒരു 5 മിനിറ്റ് നേരം. ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ഇങ്ങനെ ഇടപെടും. ഒരു സംശയം വിചാരിക്കേണ്ട. 16-ാം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗുഡലൂപ്പിയിൽ അമ്മ ഇറങ്ങി വന്ന് ജുവാൻ ഡിയാഗിയോട് പറഞ്ഞ വാക്കുകൾ, ആ ബസിലിക്കയുടെ മുമ്പിൽ ആ വാക്ക് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് ആ വാക്ക് കേൾക്കുക, ഞാൻ നിന്റെ അമ്മയല്ലേ, ഞാൻ ഇവിടെ ഇല്ലേ, നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? നിങ്ങൾ ആ വാക്ക് ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചേ. ഞാൻ നിന്റെ അമ്മയല്ലേ, ഞാൻ ഇവിടെ ഇല്ലേ, നീ എന്തിനാ ഭാരപ്പെടുന്നത്? എൻ്റെ സകല കൺട്രോളും ഞാൻ പറഞ്ഞ അമ്മേന്ന് പറഞ്ഞ് പാവിട്ടങ്ങ് നിലവിളിച്ചു.
ഞാൻ ചെയ്തു. ആ റിസപ്ഷനിൽ മുഴുവൻ ശക്തമായ ഒരു ദൈവ സാന്നിധ്യം, ഒരു സുഗന്ധത്തിൻ്റെ അഭിഷേകവും ശക്തമായ ദൈവ സാന്നിധ്യം, അമ്മയുടെ സാന്നിധ്യം വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2 ആഴ്ചകൾക്ക് ശേഷം, പിന്നെ നമുക്കറിയാം കോവിഡും ഇതെല്ലാം വന്നു, 2 ആഴ്ചകൾക്ക് ശേഷം വലിയ മാറ്റങ്ങൾ ഷെക്കേന ടെലിവിഷനോട് ബന്ധപ്പെട്ട് പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നടപ്പാക്കുകയായിരുന്നു. പല ലൈവുകളും പല ശുശ്രൂഷകളും എന്ന് വേണ്ട ഒത്തിരി കാര്യങ്ങൾ അമ്മ എല്ലാം ക്രമപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒക്ടോബർ മാസത്തിൽ അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി, അമ്മയെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിലുള്ളൊരു ശുശ്രൂഷ വേണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ചത്. വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അമ്മയെ കൂട്ടുപിടിക്കുക. ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ 8 തീയതി അവിടെ 33 ദിവസം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ നടക്കുകയാണ് ഷെക്കേന ടെലിവിഷനിൽ. അപ്പോൾ ഷെക്കേനയുടെ ഓൾ സ്റ്റാഫ് ഞങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ സെക്ഷനും ജപമാല ചൊല്ലി ദിവ്യകാരുണ്യ 24 മണിക്കൂറും ഷെക്കേനയുടെ ഓഫീസിൽ ദിവ്യകാരുണ്യ ആരാധന നടക്കുന്നുണ്ട്. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും മാറി വന്ന് ജപമാല ചൊല്ലി അമ്മയോട് പ്രാർത്ഥിക്കുക. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. മാസങ്ങൾക്ക് ശേഷം ഈ ജപമാല പ്രാർത്ഥന ഇങ്ങനെ ആവർത്തിച്ച് തുടർന്നുകൊണ്ടിരുന്നപ്പോൾ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അതിന് വലിയ മാറ്റങ്ങൾ ഷെക്കേനയിൽ പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ചെയ്യാണ്. കർത്താവിന് യോഗ്യമല്ലാത്ത പലതിനെയും സ്വർഗം പിഴുതുമാറ്റി. കർത്താവിന് യോഗ്യമായ പലതും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സ്വർഗം സഹായിച്ചു. അമ്മ ഓടി നടന്ന് കാനായിലെ കല്യാണ വീട്ടിലെ കുറവുകൾ നിറവളാക്കിയതുപോലെ അമ്മ ഓടി നടന്ന് എല്ലാം ക്രമീകരിക്കുകയാണ്. ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ഈ കാലഘട്ടത്തിൽ ഈ മാധ്യമ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ. സാമ്പത്തികമായി ഒരുപാട് ഞെരുക്കങ്ങളുണ്ട്, മറ്റു പല പ്രതിസന്ധികളൊക്കെയുണ്ട്. പക്ഷേ ഇതിനൊക്കെ നടുവിൽ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ കർത്താവ് വിശ്വസ്തയോടെ ഇതിനെ പരിപാലിക്കുകയാണ്. എൻ്റെ സഹോദരൻ, ഞാനിത് പറയുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല. അമ്മയെ കൂട്ടുപിടിച്ച് ചങ്കപൊട്ടി ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ഒരു കൊച്ചു കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാം വചനത്തിൽ കാണുന്നുണ്ട്, പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വചനത്തിൽ എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? എല്ലാറ്റിനും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുക. വാച്ച് ആൻഡ് പ്രേ. കർത്താവ് തന്റെ സഭയോട് പറയുന്ന ദൂതിതാണ്. കർത്താവിന് തന്റെ പുരോഹിതന്മാരോട്, കർത്താവിന് തന്റെ സമർപ്പിതരോട്, കർത്താവിന് തന്റെ കുടുംബങ്ങളോട്, കർത്താവിന് തന്റെ യുവജനങ്ങളോട്, കുഞ്ഞുങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്താ? വാച്ച് ആൻഡ് പ്രേ. പ്രാർത്ഥനയിൽ ശ്രദ്ധയുള്ളവരാകുക. മറ്റെന്തിനേക്കാളും ഉപരി, മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരി ഇന്ന് ദൈവത്തിന്റെ ജനം പ്രാർത്ഥിക്കണം, പരിത്യാഗമെടുക്കണം. കൂടുതൽ കാലത്തെ വിവേചിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറയപ്പെടണം. ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കണം. 1945 ഹിരോഷിമയിൽ നമുക്കറിയാം, അവിടെ വലിയ ബോംബിംഗ് നടന്നു. ഈ ബോംബിങ്ങിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ നാശനഷ്ടങ്ങളാണ്. കിലോമീറ്ററോളം അതിൻ്റെ വ്യാപനമുണ്ടായി. എല്ലാം കരിഞ്ഞ് ചാമ്പലായിപ്പോയി. എന്നാൽ അതിൻ്റെ ഒരു മൈൽ, ഏകദേശം 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ജെസ്യൂട്ട് ആശ്രമം ഉണ്ടായിരുന്നു. അവിടെ 7-8 അച്ഛന്മാരും അവരൊരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് അവരെല്ലാം ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കിലോമീറ്ററുകളോളം ഈ ബോംബിംഗ് മൂലം അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയി. എന്നാൽ ഈ ആശ്രമത്തിന് ഒരു പോരൽ പോലും ഏറ്റില്ലെന്ന് മാത്രമല്ല, ഈ 8 പേരും സുരക്ഷിതരായി പരിശുദ്ധ മറിയത്തിലൂടെ ത്രിയേക ദൈവം അവരെ സംരക്ഷിച്ചു. ജപമാല പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. വലിയ പവറാണ് അതിനുള്ളത്. അതുകൊണ്ട് ഒക്ടോബർ മാസത്തിൽ മാത്രമല്ല, എല്ലാ ദിവസവും നമുക്ക് കഴിയുന്നത്ര വിശ്വാസത്തോടെ, സ്നേഹത്തോടെ അമ്മയെ കൂട്ടുപിടിച്ച് നമ്മൾ ജപമാല ചൊല്ലി കുടുംബമായി, കൂട്ടായ്മയായി, വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിലുള്ള അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ, കൃപാവരങ്ങൾ പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം
സ്വർഗം നമുക്ക് പ്രദാനം ചെയ്യും. ഒരു പോറൽ സയൻസിനും സയന്റിസ്റ്റുകൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇവിടെ എന്താ സംഭവിച്ചതെന്ന്. ദൈവം അത്ഭുതകരമായി സംരക്ഷിക്കുകയാണ്. വിശ്വാസ പ്രതിസന്ധികളും അതുപോലെ തന്നെ നിരവധിയായി നീറുന്ന പ്രശ്നങ്ങളും നമ്മുടെ മുൻപിലുണ്ട്, നമ്മുടെ ചുറ്റിലുമുണ്ട്. സത്യവിശ്വാസത്തിന് അടിത്തറയിൽ ഉത്തമമായ ബോധ്യത്തോടെ നിലകൊള്ളുവാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. ലെപ്പാന്റെ യുദ്ധം നമ്മുടെ സമയമായി ഞാൻ അതുകൊണ്ട് ഇത് പറയുന്നില്ല. ഡോൺ ജോവാൻ വെറും 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ, 5-ാം പിയൂസ് മാർപ്പാപ്പ, ഡൊമിനിക്കൻ സഭാംഗമായിരുന്നു. നല്ല ജപമാല, നല്ല വിശ്വാസമുള്ള മാർപ്പാപ്പയായിരുന്നു. ക്രൈസ്തവ പട ഹോളി ലീഗിനേക്കാൾ, വിശുദ്ധ പടയേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള തുർക്കികള്, ഓട്ടോമൻ സാമ്രാജ്യം, തുർക്കി സൈന്യം വത്തിക്കാൻ പിടിച്ചടക്കാൻ, വത്തിക്കാൻ ഇല്ലാതാക്കാൻ, വത്തിക്കാന്റെ കുരിശ് പൊളിച്ചു മാറ്റുവാൻ, യൂറോപ്പിലുള്ള ക്രൈസ്തവ വിശ്വാസത്തെ തുടച്ചു മാറ്റുവാൻ ശക്തിയോടെ ഇരമ്പി വന്നു. പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കിയ 5-ാം പീസ് മാർപ്പാപ്പ സഭാ മക്കളോട് വിളിച്ചു പറഞ്ഞു, പള്ളികളെല്ലാം തുറന്നിടണം, 24 മണിക്കൂറും പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഇവർ യുദ്ധത്തിന് പോകുമ്പോൾ കുംഭസാരിച്ച് വിശുർബാന അർപ്പിച്ച് ഈശോയുടെ രക്തശരീരങ്ങൾ സ്വീകരിച്ചവർ യുദ്ധത്തിന് പോയി. ആദ്യം ഹോളി ലീഗിന്റെ ക്രൈസ്തവ പടയ്ക്ക് യുദ്ധം പ്രതികൂലമായിരുന്നു. പ്രാർത്ഥന അങ്ങ് മുറുകിയപ്പോൾ പരിശുദ്ധ അമ്മ അങ്ങ് ഇടപെടുകയല്ലേ. അമ്മയ്ക്ക് എന്താ ഇടപെടാൻ കഴിയാത്തത്? അമ്മയ്ക്ക് ഇടപെടാൻ കഴിയാത്ത ഒരു വിഷയവും ഇല്ല. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, അമ്മ അത്രയും സ്ഥാന പരിശുദ്ധ ത്രിത്വത്തിന് മുൻപിൽ അമ്മ അങ്ങ് ഇടപെടുകയാ. കാറ്റ് തുർക്കി സൈന്യത്തിന് പ്രതികൂലമായി, അപ്രതീക്ഷിതമായി അങ്ങ് ടിസ്റ്റ് ചെയ്യല്ലേ. കാറ്റ് പ്രതികൂലമായി. സംഭവിച്ചത് എന്താന്ന് പറഞ്ഞു? അത്ഭുതകരമായി പ്രാർത്ഥനയുടെ, ഉപവാസത്തിന്റെ, പരിത്യാഗത്തിന്റെ, പ്രത്യേകിച്ച് ജപമാല പ്രാർത്ഥനയിലൂടെ, പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അമ്മയാ യുദ്ധം നയിച്ചത്, അമ്മയാണ് പട നയിച്ചത്. സ്വർഗത്തിന്റെ സൈന്യാധിപയായി അമ്മ ഇറങ്ങി വന്ന് ആ പട നയിച്ചപ്പോൾ അത്ഭുതകരമായ വിജയം ക്രൈസ്തവർക്കുണ്ടാവുകയാണ്. 1571 ഒക്ടോബർ 7-ാം തീയതി അങ്ങനെയാണ് ജപമാല രാജ്ഞിയുടെ തിരുനാളൊക്കെ വരുന്നത്. ജപമാല, ഒക്ടോബർ ജപമാല പ്രാർത്ഥനയ്ക്കായി പ്രത്യേക സഭ പ്രതിഷ്ഠിക്കുന്നത്. ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ അന്ത്യകാലത്തിൻ്റെ പ്രേക്ഷിതരാണ്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ വിശുദ്ധീകരണ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ, പ്രവർത്തിക്കാൻ തയ്യാറാകുക. നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ അല്പസമയം മാറ്റിവെക്കുക. സ്വർഗത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വർഗത്തിൻ്റെ വേദന നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയായി ഉൾക്കൊണ്ടുകൊണ്ട് നശിക്കുന്ന ഓരാത്മാവിനെ പ്രതിയും ഹൃദയം തകർന്ന് നമ്മൾ കർത്താവിനോട് നിലവിളിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. സഭയിൽ ഒരു പുതിയ പെന്തക്കോസ്ത വെളിപ്പെടും. നമുക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കാം. നമ്മൾ ആരാധന ശുശ്രൂഷയിൽ പ്രവേശിക്കുകയാണ്. പരിശുദ്ധ കുർബാനയായ ദിവ്യ കാരുണ്യമായി ഈശോ നമ്മുടെ മധ്യേ കടന്നു വരുന്ന സമയമാണ്. നമ്മുടെ കുടുംബങ്ങളെ, കൂട്ടായ്മകളെ, ലോകം മുഴുവനെയും, തിരുസഭയെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്യാഗം സംഭവിച്ച എല്ലാ ഇടങ്ങളിലും വിശ്വാസത്തിന് തീ പടരുവാൻ, ജഡിക പാപത്തിന് കെട്ടുകൾ പൊട്ടുവാൻ, മ്ലേച്ഛതകള്, ലോകത്തിന് സുഖഭോഗങ്ങള്, പാപകരമായ നൈമിഷികമായ ഭോഗേച്ഛകള്, ഇതെല്ലാം കർത്താവിന്റെ അഗ്നിയാൽ കരിഞ്ഞു പോകുവാൻ, പരിശുദ്ധം ഇടപെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ വരുന്ന ഈശോയെ ആരാധിക്കാം. ഇരുകരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയേ, ഈശോ, ഈശോ, രാജാവേ, 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 പവർ, പവർ, ജീസസ്. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ
ആരാധിച്ചിടും നീതാ. ആഴിയമൂഴിയും നിർമ്മിച്ച നാഥനെ, ഈശോയേ. ആഴിയമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആമേൻ ആമേൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യസ്തുതിച്ചിടും ഞാൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ, ഹല്ലേലൂയ, രാജാവേ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ. അഭിഷേകം നൽകണമേ, അഭിഷേകം എല്ലാവരും ചേർന്നങ്ങ് പാടിക്കേ, ഹൃദയം തുറന്ന് പാടിക്കേ. ഒരുമിച്ച് പാടുന്നു. ഈശോ ഈശോ, അഭിഷേകം നൽകണമേ, ഈശോയേ, രക്താഭിഷേകം നൽകണമേ, വചനാഭിഷേകം നൽകണമേ, ആത്മാഭിഷേകം നൽകണമേ, വരദാനങ്ങൾ ചൊരിയണമേ, പാപക്കെട്ടുകൾ അഴിയട്ടെ, ബന്ധനമെല്ലാം മാറിടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് വിളിക്കുന്നു. യേശുവേ, രാജാവേ, കരങ്ങൾ നീട്ടണമേ, കെട്ടുകൾ പൊട്ടിക്കണമേ, നുകങ്ങൾ ഒടിക്കണമേ. Lord, release your power. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീസസ്. കുടുംബങ്ങളിൽ ദൈവത്തിന്റെ തീയിറങ്ങട്ടെ, കൂട്ടായ്മകളിൽ ദൈവത്തിന്റെ തീയിറങ്ങട്ടെ, ഓരോ കുഞ്ഞിനും ദൈവത്തിന്റെ തീയിറങ്ങട്ടെ. പിശാച് കെട്ടിവെച്ച കെട്ടുകള് യേശു നാമത്തിൽ, യേശു രക്തത്താൽ അഴിഞ്ഞു മാറട്ടെ. റിലീസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. യേശുവേ യേശുവേ, സ്തുതിക്കുന്നു. ഈശോയെ നന്ദി. സാധിക്കുന്നവരൊക്കെ ഇരുകരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് യാചനാപുറം നീട്ടിപ്പിടിക്കുക. ഗുഡലുപ്പയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ തൻ്റെ പൊന്നുമോൻ ജുവാൻ ഡിയാഗിയുടെ അമ്മ പറഞ്ഞു, ഞാൻ നിന്റെ അമ്മയല്ലേ, ഞാനിവിടെ ഇല്ലേ, നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? ഇന്ന് നമ്മോടാണ് അമ്മ ഇത് പറയുന്നത്. ദിവ്യകാരുണ്യമായി കടന്നു വന്നിരിക്കുന്ന കർത്താവായ ഈശോ മിശിഹ അമ്മയെ നമുക്ക് തന്നിരിക്കുകയാണ്. പരിശുദ്ധ മറിയം നമ്മുടെ അമ്മയാണ്. ഇന്ന് നമ്മോടാണ് അമ്മ പറയുന്നത്, കുഞ്ഞേ, എന്റെ മോനെ, എന്റെ മോളെ, ഞാൻ നിന്റെ അമ്മയല്ലേ, ഞാൻ നിന്റെ അരികിലുണ്ടല്ലോ, നീ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? നമ്മുടെ എല്ലാ ഭാരങ്ങളും, നമ്മൾ അലട്ടുന്ന എല്ലാ വിഷമങ്ങളും, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, നമ്മുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും, നമ്മുടെ എല്ലാ സങ്കടങ്ങളും നൊമ്പരങ്ങളും പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ച് ഇരുകരങ്ങൾ യാചനാപുറം തുറന്നു പിടിച്ചൊരു 3 പ്രാവശ്യം ഉച്ചത്തിൽ നേറ്റു പറഞ്ഞേ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഓരെല്ലാവരും അല്പം കൂടി ഉച്ചത്തിൽ ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഉച്ചത്തിൽ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അവിശ്വാസത്തിന്റെ, അന്ധവിശ്വാസത്തിന്റെ, സംശയത്തിന്റെ, മന്നോഷ്ടതയുടെ പൈശാചിക കെട്ടുകൾ പൊട്ടുന്ന സമയം ഹൃദയം തുറന്ന് വിളിച്ചു പ്രാർത്ഥിക്കേ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇരു കരങ്ങളും ഉയർത്തി 3 പ്രാവശ്യം വിശ്വാസത്തോടെ യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങൾ ആശീർവദിക്കണമേ,
ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ, ഞങ്ങളുടെ കൂട്ടായ്മകൾ ആശീർവദിക്കണമേ, ഞങ്ങളുടെ ദേശങ്ങൾ ആശീർവദിക്കണമേ, ഞങ്ങളുടെ മിനിസ്ട്രികൾ ആശീർവദിക്കണമേ. ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പവർ, 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 പവർ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് കർത്താവിന്റെ അത്ഭുത ശക്തി കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, ദേശങ്ങളിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. ഈശോയേ, 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 ഈശോയേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓ പവർ, പവർ. ഈശോ, ഈശോ, എന്നെ തൊടണേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അമ്മ പറഞ്ഞു, രക്ഷയെ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയ രക്ഷയെ എന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. രക്ഷയുടെ മാനസാന്തരത്തിന് വേണ്ടി എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം നൽകിയ ഈ പ്രൊഫസി വർഷങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കപ്പെട്ടു. രക്ഷ മാനസാന്തരപ്പെട്ടു. രക്ഷയിലുള്ള വിശ്വാസത്യാഗം ഇല്ലാതായി. ഇന്ന് അടച്ചിട്ട നൂറുകണക്കിന് ദേവാലയങ്ങൾ തുറക്കപ്പെടുകയാണ്. ആരാധനകൾ ഉയരുകയാണ്. ക്രിസ്തീയ വിശ്വാസം വർദ്ധിക്കുകയാണ്. അമ്മയെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കുക. വിശ്വാസത്യാഗത്തിന് കെട്ടുകൾ പൊട്ടട്ടെ. സഭയിലുള്ള വിശ്വാസത്യാഗം, കർത്താവിന്റെ പുരോഹിതരിൽ വന്നിരിക്കുന്ന ചില വിശ്വാസത്യാഗങ്ങള്, അവരുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടായ ചില മന്നോഷതകള്, കർത്താവിന് സമർപ്പിതർക്കുണ്ടായ വിശ്വാസത്യാഗത്തിന് അനുഭവങ്ങള്, കുടുംബങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, ഈ കെട്ടുകളെല്ലാം പൊട്ടപ്പെടുക, ഈ നുഖങ്ങളെല്ലാം ഒടിയപ്പെടുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി അമ്മയെ കൂട്ടുപിടിച്ച് ദിവ്യകാരുണ്യ നമ്മൾ ഒരുമിച്ച് ഒരിക്കൽ കൂടെ ഇരുകരങ്ങളും ഉയർത്തി 3 പ്രാവശ്യം ഉച്ചത്തിൽ ഈശോ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഒരു നിമിഷം സാധിക്കുന്നവർ വീട്ടിലുള്ളവർ കരങ്ങൾ കോർത്ത് പിടിച്ച്, നമ്മുടെ കുടുംബം കർത്താവിൻ്റെ തോട്ടമാണ്. നമ്മുടെ ഇടവക സമൂഹം അത് കർത്താവിൻ്റെ തോട്ടമാണ്. നമ്മുടെ മിനിസ്ട്രികൾ കർത്താവ് അധിവസിക്കുന്ന കർത്താവിൻ്റെ തോട്ടങ്ങളാണ്. കർത്താവിൻ്റെ മനോഹരമായ തോട്ടങ്ങൾ. കർത്താവിനെ യഥേഷ്ടതയോട് ഉലാത്താൻ പറ്റണം. പരിശുദ്ധ അമ്മയാണ് അതിൻ്റെ നടത്തിപ്പുകാരി. അമ്മയാണ് അതിൻ്റെ എല്ലാം ജനറൽ കോർഡിനേറ്റർ. അമ്മ എവിടെയുണ്ടോ അവിടെ സ്വർഗമുണ്ട്. അമ്മ എവിടെയുണ്ടോ അവിടെ ത്രിയേക ദൈവമുണ്ട്. അമ്മയുടെ സാന്നിധ്യം സ്വർഗത്തെ കൊണ്ടുവരുന്നു. നമുക്ക് ആ വരികളൊന്ന് പാടി നമ്മുടെ കുടുംബങ്ങളെ കൂട്ടാൻ ഒരിക്കൽ കൂടെ സമർപ്പിച്ച് ദിവ്യഗണ ആശീർവാദം ഒരുക്കുകയാണ്. തീരുമാനം എടുക്കണം പ്രിയപ്പെട്ടവരെ. വിശ്വാസത്തിലേക്കാണ് അമ്മ വിളിക്കുന്നത്. പ്രാർത്ഥനയിലേക്കാണ് അമ്മ വിളിക്കുന്നത്. ഉപവാസത്തിലേക്കും ആഴമേറിയ മാനസാന്തരത്തിലേക്കുമാണ് അമ്മ വിളിക്കുന്നത്. കർത്താവിന് യോജിക്കാത്ത എല്ലാം വിട്ടുകളയാൻ തീരുമാനം എടുക്കണം ദൈവമക്കളെ. വെളിപാട് 21-27 പറയുന്നു, അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മ്ലേച്ഛതയും കൗഢല്യം പ്രവർത്തിക്കുന്ന ആരും അതിൽ കയറുകയില്ല. സ്വർഗ നരക ശുദ്ധീകരണ സ്ഥലങ്ങള് അത് കിട്ടുകഥകളല്ല. ഇന്ന് പലർക്കും അതൊക്കെ ഒരു പഴങ്കഥകളെ പോലെയാണ്. നരകം വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് തിരുസഭയുടെ പ്രബോധന അധികാരത്തിൽ കാണുന്നുണ്ട്. അത് സഭ എക്കാളും വിശ്വസിക്കുന്ന കാര്യമാണ്. അത് കർത്താവിന്റെ പ്രബോധനമാണ്. നരകം കെട്ടുകഥയല്ല, അതൊരു നിത്യസത്യമാണ്. ശുദ്ധീകരണ സ്ഥലം അതൊരു മിഥ്യ സങ്കല്പമല്ല, ഒരു നിത്യസത്യമാണ്. സ്വർഗം അത് ആരുടെയെങ്കിലും ഒരു ഭാവന സൃഷ്ടിയല്ല, അത് നിത്യസത്യമാണ്. സ്വർഗ നരക ശുദ്ധീകരണ സ്ഥലങ്ങൾ ഉണ്ട് പ്രിയപ്പെട്ടവരെ. അമ്മയെ കൂട്ടുപിടിക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ സാന്നിധ്യം അധിവസിക്കുന്നിടങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറാൻ, പ്രാർത്ഥനയുടെ കുടുംബങ്ങളായി, പരിത്യാഗത്തിന്റെ ജീവിതങ്ങളായി. നമ്മൾ ആദ്യമേ പാടിയില്ലേ, അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോക മോഹങ്ങളെ വിട്ടുപേക്ഷിച്ചവരെ, ലോകത്തോട് നിസ്സംഗതയുള്ളവരെ, അങ്ങനെയുള്ള ആത്മാക്കളെ ഈ നാളുകളിൽ ഇനി സ്വർഗത്തിന് ആവശ്യം. അതിൽ ഒരുവളായി ഞാനും നിങ്ങൾ മാറുവാൻ കരങ്ങൾ കോർത്ത് പിടിച്ച് ഒരിക്കൽ കൂടെ ആ അന്ത്യകാല പ്രേക്ഷിതർ ആ വരികൾ പാടി
ദിവ്യകളുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊന്ന് ഒരുങ്ങാം. കരങ്ങൾ നമുക്ക് കോർത്ത് പിടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. സ്തുതിക്കുന്നു എല്ലാവരും ദിവ്യകാഠ്യത്തിലേക്ക് നോക്കിക്കൊണ്ട്, ദിവ്യകാഠ്യ ഈശോയെ നോക്കിക്കൊണ്ട്. അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ, അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരേ, കാലമേറെയില്ല കാന്ത വന്നിടുവാനാ. അന്ത്യകാല പ്രേക്ഷിതർ, ലോകമോഹം വിട്ടകൻ ധീരസാക്ഷികൾ, അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരേ, കാലമേറെയില്ല കാന്ത വന്നിടുവാനാ. കൊയ്ത്തുകാലവേളയ്ക്കായി ആയുധങ്ങൾ മൂർച്ചയേറ്റാൻ സഹനത്തിൽ വെന്തുരുകി പാകമായവർ. ഇത് കൊയ്ത്തിനുള്ള സമയമാണ്, ഇത് കൊയ്ത്തിന്റെ കാലമാണ്, ഒരു ഫൈനൽ ഹാർവെസ്റ്റ്. ആത്മധൈര്യം കൈവിടാതെ ആത്മശക്തി ഏറ്റെടുത്ത് സ്വർഗത്തെ നിറച്ചിടുവാൻ യാഗം. അവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. കർത്താവേ, ഞങ്ങളെ അതിൽ ചേർക്കണമേ, ഞങ്ങളതിൽ ചേർക്കണമേ. ഈശോയേ, അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ, അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരേ, കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ, കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ, കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ. വിശ്വാസത്യാഗം സംഭവിച്ച എല്ലാ ആത്മാക്കളെയും പ്രാർത്ഥിക്കുവാനും കർത്താവിന് വേണ്ടി ഉണരുവാനും കഴിയാത്ത വിധം മന്നോഷരായി മാറിയ എല്ലാ ആത്മാക്കളെയും, നമ്മുടെ കുടുംബങ്ങളിലുള്ള, നമ്മുടെ സമൂഹങ്ങളിലുള്ള, നമ്മുടെ കൂട്ടായ്മകളിലുള്ള, നമ്മുടെ ഇടവകയിലുള്ള, സഭയിലുള്ള, ലോകത്തിലുള്ള സകല ആത്മാക്കളെയും ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിക്കുക. ഈ നിയോഗങ്ങളിൽ ദൈവത്തിൻ്റെ തീയായി പരിശുദ്ധാത്മ ഇറങ്ങി വരാൻ, വിശ്വാസത്യാഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടി, മന്നോഷ്ടതയുടെ മുഖങ്ങൾ ഒടിഞ്ഞ് അവിടെ എല്ലാം കർത്താവിന്റെ സ്നേഹത്തിന്റെ സ്പാർക്കുണ്ടാകുവാൻ, ദൈവ സ്നേഹത്തിന്റെ തീ ജ്വലിക്കുവാൻ, ഹൃദയം നുറുങ്ങി പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. നമുക്ക് സാധിക്കുന്നവരൊക്കെ മുട്ടുമടക്കി ആശീർവാദം സ്വീകരിക്കും. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാശം തൂകണമേ വത്സലസുധരിൽ, നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഉദ്ധാനം ചെയ്തവനേ, ഈശോയെ നന്ദി, ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും, നമ്മൾ ജയിക്കും.